നമ്മുടെ പാർട്ടി കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് ആ ഗ്രാമങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നതൊക്കെ മുരിക്ക് പൂത്ത പോലത്തെ ഗ്രാമങ്ങളാണ് എന്നാണ്. മുരിക്ക് പൂത്താൽ ചുവന്ന പൂവേ ഉണ്ടാവും എന്നാണ്. എനിക്കറിയില്ല, മുരിക്ക് പൂത്ത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അങ്ങനെ പറയാറുണ്ട്. അവരുടെ ഒരു അധികാരധാഷ്ട്യത്തിൻ്റെ, ഒരു തിണ്ണമെടുക്കിൻ്റെ എല്ലാ ഹുങ്കും അത്തരം ഇടങ്ങളിൽ അവർ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഗ്രാമങ്ങളിൽ ഇന്ന് മുസ്ലിം ലീഗ് പ്രസ്ഥാനം അതിൻ്റെ വിജയ പതാക പാറിക്കുന്നത് OK അഹമ്മദിനെ പോലെ, നിങ്ങളെപ്പോലെ, ഈ വേദിയിലുള്ള നേതാക്കന്മാരെ പോലെ ഒരുപാട് പേർ വലിയ കഠിനാധ്വാനം ചെയ്തിട്ടാണ്. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശത്രു, ഞാൻ അയാളുടെ പേര് പറയാം, KT ജലീൽ എന്നാണ്. മൂപ്പര് നാവെടുത്താൽ നമ്മുടെ ദോഷമേ പറയാറുള്ളൂ. പക്ഷെ ഒരു ഘട്ടത്തിൽ KT ജലീൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് രസകരമായി തോന്നി. അയാൾ മുസ്ലിം ലീഗിനെ എല്ലാ കാലത്തും തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അങ്ങനെ മുസ്ലിം ലീഗ് തകരുന്ന ഒരു നാളായിരിക്കും ജലീലിന്റെ സ്വപ്നത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം. ആ പണി മുഴുവൻ എടുക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ KT ജലീൽ തുറന്നു പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾ എത്ര പരിശ്രമിച്ചാലും ലീഗിനെ തകർക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. കാരണം മുസ്ലിം ലീഗിന് സമ്പന്നമായ ഒരു നേതൃനിരയുണ്ട്. ആ പ്രസ്ഥാനത്തിൻ്റെ സംഘടനാ ശരീരത്തിനൊരു പോറൽ പോലും ഏൽക്കാതെ ആ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാൻ പോകുന്ന വലിയ നേതൃധന്യത അവകാശപ്പെടാൻ കഴിയുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. പക്ഷെ മുസ്ലിം ലീഗിൻ്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ അടിത്തട്ടിലാണ്. പ്രാദേശികമായി ആ പ്രസ്ഥാനത്തെ നയിക്കുന്ന നേതാക്കന്മാർ, അവരെപ്പോലെ ഉജ്ജ്വലരായ സംഘാടകർ, അവരെപ്പോലെ ഉജ്ജ്വലമായ പാർട്ടി കൂറുള്ളവർ, തങ്ങൾ ജീവിക്കുന്ന പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ, ജീവിത പ്രശ്നങ്ങളെ തങ്ങളുടേതായി ഏറ്റെടുക്കാൻ, അതിന് പരിഹാരം കാണാൻ മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതൃത്വം കാണിക്കാറുള്ള ജാഗ്രത, അത് ആ പാർട്ടിയുടെ അടിക്കല്ലാണ്, അതിൻ്റെ അടിത്തറയാണ്. അതിൻ്റെ ഒരംശം തൊടാനോ തകർക്കാനോ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് KT ജലീൽ തുറന്ന് സമ്മതിച്ചു. ഞാൻ പറഞ്ഞത്, നമ്മൾ അത്തരത്തിലുള്ള വലിയ പോരാട്ടങ്ങളിലൂടെ, വലിയ ത്യാഗങ്ങളിലൂടെ, ഒരുപാട് പ്രതിസന്ധികൾ അതിജീവിച്ച് അതിനെ മറികടന്ന് മുന്നോട്ടു നടന്ന് ഇന്നിവിടെ വരെ എത്തിയവരാണ്. പക്ഷെ അപ്പോഴൊക്കെ ഈ പ്രസ്ഥാനം എന്തിനു രൂപീകരിക്കപ്പെട്ടു? 1948 മാർച്ച് മാസം 10 മദ്രാസിലെ രാജാജി ഓഡിറ്റോറിയത്തിൽ മഹാനായ ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് സ്വതന്ത്ര ഭാരതത്തിന്റെ ആകാശത്തേക്ക് ഈ പച്ചപ്പതാക ഉയർത്തിക്കെട്ടുമ്പോൾ ആ മനുഷ്യർ, രാജാജി ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ചുരുക്കം ചില മനുഷ്യർ, അവരുടെ കൽബിലുണ്ടായിരുന്ന നീയത്തല്ലായിരുന്നു, അവരുടെ കണ്ണുകളിൽ തുടങ്ങിയ ലക്ഷ്യങ്ങളെന്നായിരുന്നു. ഈ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിലൂടെ അവരെന്താണ് ആഗ്രഹിച്ചിരുന്നത് എന്ന ചോദ്യം, അത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് 48 മാർച്ച് 10 തുടങ്ങി 2025 മെയ് മാസം 21 വരെയുള്ള ഈ രാജ്യത്തിന്റെ ചരിത്രം, മുസ്ലിം ലീഗിന്റെ ചരിത്രം, നമ്മുടെ നാട് മുന്നോട്ട് പോയ വഴികൾ, അതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ കഴിയും. 48 മാർച്ച് 10 ലീഗ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസക്തി എന്താണ്? അതിൻ്റെ 10 മടങ്ങ് രാഷ്ട്രീയ പ്രസക്തിയുള്ള ഒരു ആദർശമാണ് മുസ്ലിം ലീഗ് 2025 ജനുവരി മാസം 21 ഈ സമയത്ത് ഉയർത്തിപ്പിടിക്കുന്നത് എന്നതാണ്. നമ്മൾ ജീവിക്കുന്ന ഈ നാടിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഇവിടെ ധാരാളം സ്ത്രീകൾ ഈ സമ്മേളനത്തിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം വരുമ്പോൾ ഇവിടെ അമ്മ സബസ് എന്ന പേരിൽ അവരൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സഹോദരി, എനിക്ക് അവരുടെ പേരല്ലേ, വളരെ മനോഹരമായി ഇവിടെ സംസാരിക്കുന്നത് ആ പുറത്തുനിന്ന് ഞാൻ കേട്ടു. മറ്റെവിടെയും കാണാത്ത തരത്തിലുള്ള വനിതകളുടെ ഒരു പങ്കാളിത്തം ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ വേദികളിലും സദസ്സിലും ഒക്കെ നമ്മൾ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അത്തരത്തിൽ സ്ത്രീകൾ കൂടിയുള്ള ഒരു സദസ്സിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വർത്തമാനകാലത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ബോധ്യമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റാണ്. ഇന്ത്യയിലെന്നല്ല, ലോകത്തെവിടെയും ഫാഷിസ്റ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ അവർ കലാപങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അവർ യുദ്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ആ യുദ്ധങ്ങളിൽ അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ, ആ കലാപത്തിന്റെ ഇരകളാവുന്നതിൽ, അതിന്റെ യാതനകൾ പേറേണ്ടി വരുന്നതിൽ ഏറിയ പങ്കും
സ്ത്രീകളും കുട്ടികളുമാണ്. ഇന്നിപ്പോൾ ലോകം ഫലസ്തീനിലേക്ക് ഉറ്റുനോക്കുന്ന ദിവസമാണ്. നാളെ കഴിഞ്ഞാൽ ആവശ്യമായത്ര ഭക്ഷണം ഗസയിൽ എത്തിയില്ലെങ്കിൽ അവിടുത്തെ 14,000 കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും എന്നാണ് ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത്. ഗാസയുടെ അതിർത്തിയിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവുമായി ട്രക്കുകൾ കാത്തുകിടപ്പുണ്ട്. ആ ലോറികളിൽ നിറയെ അവിടുത്തെ പിഞ്ചുമക്കൾക്ക് വയറു നിറയെ കഴിക്കാൻ ഭക്ഷണമുണ്ട്. പക്ഷേ ഒരു 40 കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് ആ മക്കൾക്ക് ആ ഭക്ഷണം കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ഫലസ്തീനിൽ ആയിരക്കണക്കിന് കുട്ടികൾ പട്ടിണി അനുഭവിച്ച് മരണത്തെ മുഖാമുഖം കാണുമ്പോഴും ഇസ്രായേൽ എന്ന സിയോണിസ്റ്റ് അധികാരത്തിന്റെ ഹുങ്ക് പിടിച്ച രാജ്യം അതിർത്തികൾ തുറന്നു കൊടുക്കാൻ തയ്യാറല്ല. ആ ട്രക്കുകൾ അകത്തേക്ക് പ്രവേശിച്ചാൽ അതൊക്കെ ബോംബിട്ട് തകർക്കും എന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു രാജ്യം. അവിടെ അതിന്റെ ഏറ്റവും വലിയ പീഡനം അനുഭവിക്കുന്നത് ആരാണ്? ഗസയിലേക്ക് ഇസ്രായേൽ നടത്തുന്ന മിസൈലുകൾ ഏറെയും കൊന്നു തിന്നത് അവിടുത്തെ സ്ത്രീകളെയാണ്, അവിടുത്തെ കുട്ടികളെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഇപ്പൊ നമ്മൾ കണ്ട ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടല്ലോ, നമ്മുടെ രാജ്യത്തിനകത്തേക്ക് പാകിസ്ഥാന്റെ ഭീകരവാദികൾ കടന്നു വന്ന് ആക്രമണം നടത്തിയപ്പോഴോ നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്ന പേൽഗാമിലെ ആ താഴ്വരയിൽ, ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ അവർ കൊലപ്പെടുത്തിയത് സ്ത്രീകളെ വിധവകളാക്കുക എന്ന ഉദ്ദേശത്തോടെ ആ സ്ത്രീകളുടെ ഭർത്താക്കന്മാരെയാണ്. ഭർത്താവിനെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുക, എന്നിട്ട് മോഡിയോട് പറയുക എന്നാണ്, നിന്റെ ഭർത്താവിനെ ഞാൻ കൊലപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ആ തീവ്രവാദാക്രമണത്തിന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സൈന്യം ശക്തമായ മറുപടി പാകിസ്ഥാന് കൊടുക്കുമ്പോൾ ആ ഓപ്പറേഷന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കൊടുത്തത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരാണ് നമ്മൾ ആ തീവ്രവാദാക്രമണത്തിന് കൊടുത്തത്. ഞാൻ ഈ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ അടുത്ത് ഒരു കവിത വായിച്ചു. ആ കവിത ഇങ്ങനെയാണ്, അതൊരു ഇംഗ്ലീഷ് കവിതയാണ്. റുഖിയ മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന കാസർകോട്ടെ ഒരു അധ്യാപിക എഴുതിയ കവിതയാണ്. ആ കവിതയുടെ മലയാളം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു സുരക്ഷയെന്ന് നീ വാഗ്ദാനം ചെയ്ത ആ പേര് ചിലരുടെ മൂർധാവിൽ ചോരയായി മാറുമെന്ന്, കളങ്കമായി മാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സിന്ദൂരം മുടി വകഞ്ഞത് 2 രാജ്യങ്ങളെ പിളർക്കുമെന്ന്. ഒരു സ്ത്രീയുടെ മുടി വകഞ്ഞു വെച്ച ആ നെറുകയിൽ, അവളുടെ മൂർധാവിൽ അവൾ സുമംഗലിയാണ് എന്നതിൻ്റെ തെളിവായി, അടയാളമായി നമ്മുടെ ഹൈന്ദവ സഹോദരിമാർ വെക്കാറുള്ള ആ സിന്ദൂരം മായ്ച്ചു കളയുക എന്ന ഉദ്ദേശത്തോടെ ഇന്ത്യയുടെ അതിർത്തി മുറിച്ചു കടന്ന് ഇന്ത്യൻ മണ്ണിൽ ചവിട്ടി നിന്ന് ഈ രാജ്യത്തെ 25 പൗരന്മാരെ അവരുടെ മതം ചോദിച്ച് കൊലപ്പെടുത്തിയ ആ തീവ്രവാദാക്രമണത്തിന് ഇന്ത്യ മഹാരാജ്യം മറുപടി കൊടുത്തപ്പോ അവര് അതിനിട്ട പേരാണ് ഇന്ത്യയുടെ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റുഖിയയുടെ കവിതയിലെ അവസാനത്തെ 2 വരികളാണ്. എനിക്കറിയില്ലായിരുന്നു മുടി വകഞ്ഞത് 2 രാജ്യങ്ങളെ പിളർക്കുമെന്ന് എന്നാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവല്ല. ഒരു ഭാഗത്ത് ആ ആക്രമണം നടന്നു, ഇന്ത്യ മഹാരാജ്യം ഒറ്റക്കെട്ടായി നിന്നു. ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മുഴുവൻ ഇവിടുത്തെ ഗവൺമെന്റിന് പിന്തുണ കൊടുത്തു. ഇന്ത്യയുടെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ സൈന്യം കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുത്തു. പാകിസ്ഥാൻ ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള ശത്രുവാണ്. ആ ഭീകരവാദികൾ ഈ രാജ്യത്തിന്റെ പൊതുശത്രുവാണ്. അവരെ എതിർക്കുമ്പോ, ആ ഭീകരവാദത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോ, രാജ്യസുരക്ഷയുടെ പ്രശ്നം വരുമ്പോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാർട്ടിക്ക് രാഷ്ട്രീയമില്ല, കക്ഷി രാഷ്ട്രീയമില്ല. ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ നിന്ന് ലോകത്തോട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമീപകാലത്തു നടന്ന ഈ സംഘർഷത്തിൽ ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കാൻ ഒരു സർവകക്ഷി സംഘം പുറപ്പെടുമ്പോൾ ആ സംഘത്തിന്റെ കൂടെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പാർലമെന്ററി പാർട്ടിയുടെ സെക്രട്ടറി അഭിമന്യനായ ET മുഹമ്മദ് ബഷീർ സാഹിബുണ്ട്. നമ്മൾ മോഡിക്ക് കീഴ്പ്പെട്ടത് കൊണ്ടല്ല, അത് അമിത്ഷായ്ക്ക് കീഴ്പ്പെട്ടത് കൊണ്ടല്ല, BJPക്കെതിരെ മുസ്ലിം ലീഗ് ഉയർത്തുന്ന രാഷ്ട്രീയത്തിൽ 1% വെള്ളം ചേർത്തിട്ടല്ല നമ്മൾ ആ നിലപാട് സ്വീകരിക്കുന്നത്. പിന്നെയോ ലോകത്തിനു മുൻപിൽ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ പരമാധികാരമുണ്ട്, ഈ രാജ്യത്തിന്റെ നിലപാടുണ്ട്, ഈ രാജ്യത്തിന്റെ ജനാധിപത്യമുണ്ട്. രാജ്യത്തിന്റെ ഒരു വിഷയം വരുമ്പോ മറ്റെല്ലാം മറന്ന് ഒരുമിച്ച് നിൽക്കണമെന്ന് നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നല്ല, ഹറമൈൻ സ്ഥിതി ചെയ്യുന്ന, വിശുദ്ധ ഗേഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്ന് ഇന്ത്യയെ നേരിടാൻ ഒരു പട്ടാളം വന്നാൽ, ആ പട്ടാളത്തെ എതിർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സിവിലിയന്മാരുടെ ആവശ്യം വന്നാൽ ആദ്യം ഓടിയെത്തേണ്ടത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരിക്കുമെന്ന് മഹാനായ CH നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു തരിമ്പ്
ഈ മണ്ണിനോടുള്ള സ്നേഹത്തിൽ വിട്ടുവീഴ്ച ചെയ്തവരല്ല നമ്മൾ. അതിനർത്ഥം ഈ ചോദ്യങ്ങളാകെ അടിയറ വച്ചു എന്നല്ല. ഞാനിപ്പോ ആ സ്റ്റേജിൽ നിന്ന് ഫോൺ എൻ്റെ ചെവിയിലേക്ക് ചേർത്ത് വെച്ച് കേട്ടത്, ഞാൻ 3 ചാനലുകൾ കേട്ട ആ വാർത്ത ഉറപ്പുവരുത്തി. അത് സത്യമാണ് എന്നറിയണമല്ലോ. ഇന്ന് പകൽ ഗുജറാത്തിൽ 8,000 വീടുകൾ അവിടുത്തെ ഗവൺമെന്റ് ബുൾഡോസർ വെച്ച് തകർത്തു കളഞ്ഞിരിക്കുന്നു. അഹമ്മദാബാദിലെ സിയാസത്ത് നഗർ എന്ന മേഖലയിലാണ്. ഞാൻ നിങ്ങളോട് പറയാം, ആ സൈന്യം, ഇന്ത്യയുടെ സൈന്യം, പഹൽഗാമിന്റെ ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യയുടെ സൈന്യം പാകിസ്ഥാന്റെ മണ്ണിൽ തിരിച്ചടി കൊടുക്കുമ്പോ ഇന്ത്യയുടെ സൈന്യം കാണിച്ച ഒരു ജാഗ്രതയുണ്ട്. നമ്മുടെ സൈനിക നേതൃത്വം ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ലോകത്തോട് സംസാരിക്കാൻ ഇന്ത്യയുടെ സൈന്യം ചുമതലപ്പെടുത്തിയ കേണൽ സോഫിയ ഖുറൈഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്, അവര് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു യുദ്ധം നടക്കുകയാണ്. അറ്റാക്ക് ചെയ്യുന്നത് പാകിസ്ഥാനെയാണ്. മിസൈൽ തൊടുക്കുന്നത്, ഡ്രോൺ തൊടുക്കുന്നത് ഇന്ത്യൻ മണ്ണിൽ നിന്ന് പറന്നുയർന്ന നമ്മുടെ രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വട്ടമിട്ട് പറന്ന് പാകിസ്ഥാന്റെ മണ്ണിലെ ടാർഗറ്റ് ചെയ്യുമ്പോ നമ്മുടെ സൈന്യം കാണിച്ച ഒരു ജാഗ്രത, യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം ഉയർത്തിപ്പിടിച്ച ഒരു കാഴ്ചപ്പാട്, അവര് വീടുകൾ തകർത്തില്ല, പള്ളികൾ തകർത്തില്ല. പാകിസ്ഥാനിലെ പള്ളിയാണ് കേട്ടോ, പാകിസ്ഥാനിലെ ക്ഷേത്രമാണ്, പാകിസ്ഥാനിലെ ഗുരുദ്വാരയാണ്, പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ വീടുകളാണ്. നമ്മളതൊന്നും ലക്ഷ്യം വച്ചില്ല. നമ്മൾ കേട്ടില്ലേ, യാത്രാ വിമാനങ്ങളെ പാകിസ്ഥാൻ കവചമായി ഉപയോഗിച്ചു. ഇന്ത്യയുടെ അറ്റാക്ക് നടക്കുമ്പോൾ പാകിസ്ഥാന്റെ ആകാശത്ത് അവിടുത്തെ യാത്രാ വിമാനങ്ങളുണ്ട്. അത് കണ്ട് തെറ്റിദ്ധരിച്ച് നമ്മളൊരു മിസൈൽ വിടണം, ആ വിമാനം താഴെ വീഴണം, എന്നിട്ട് ഇന്ത്യ യാത്രാ വിമാനങ്ങളെ ആക്രമിച്ചു താഴെയിട്ടു എന്ന് പാകിസ്ഥാൻ ലോകത്തോട് പറയണം. ചതിയൊരുക്കി പാകിസ്ഥാൻ. ഇന്ത്യയുടെ സൈന്യം ജാഗ്രതയോടെ നിന്നു. എന്നിട്ട് പറഞ്ഞ ഒരു കാര്യം, ഒന്ന്, ഞങ്ങൾ പാകിസ്ഥാനിലെ ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടില്ല, ഞങ്ങൾ അവിടുത്തെ ആരാധനാലയങ്ങൾ ആക്രമിച്ചിട്ടില്ല, പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ പോലും ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല. ഞങ്ങൾ ലക്ഷ്യം വെച്ചത് 9 ടാർജറ്റുകൾ മാത്രമാണ്, 9 കെട്ടിടങ്ങൾ. ആ കെട്ടിടങ്ങളിൽ താമസിച്ച് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന്റെ മണ്ണിലെ ഇന്ത്യക്കെതിരായ ഭീകരവാദത്തിന്റെ 9 കേന്ദ്രങ്ങൾ. അതല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല. പാകിസ്ഥാന്റെ സൈന്യം, പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം ആരോപിക്കുകയാണ്. തെറ്റാണ് ഇന്ത്യ പറയുന്നത്. ഇവിടുത്തെ പള്ളികൾ അവർ ബോംബിട്ട് തകർത്തു, ഇവിടുത്തെ ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ചു, ഇവിടുത്തെ ഗുരുദ്വാരകളെ തകർത്തു. ഇന്ത്യയുടെ സൈന്യം വെടിനിർത്തലിന് ശേഷം നടത്തിയ അവസാനത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, ഞങ്ങൾ അവിടുത്തെ ഒരു പള്ളിയുടെ മിനാരം പോലും തകർത്തിട്ടില്ല, ഒരു ഗുരുദ്വാര പോലും ലക്ഷ്യം വെച്ചിട്ടില്ല, ഒരാളെപ്പോലും നിരപരാധിയെ, സിവിലിയനെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. എന്തുകൊണ്ട്? കാരണം ഇത് ഇന്ത്യയുടെ സൈന്യമാണ്. ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി ആൻഡ് ഇന്ത്യൻ ആർമി ഈസ് ദ ബ്യൂട്ടിഫുൾ റിഫ്ലക്ഷൻ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്നാണ്. ഞങ്ങളുടെ രാജ്യം ഒരു മതനിരപേക്ഷ രാജ്യമാണ്. ഇവിടെ ഹിന്ദു ഇല്ല, ഇവിടെ മുസ്ലിം ഇല്ല, ഇവിടെ ക്രിസ്ത്യാനി ഇല്ല. ആയുധങ്ങൾ ഒരുക്കി രാജ്യത്തിന്റെ അതിർത്തി കാക്കാൻ ഞങ്ങളുടെ സൈന്യം നിൽക്കുമ്പോഴും ഞങ്ങൾക്ക് മതമില്ല. ഞങ്ങൾ ഇവിടുത്തെ ഭരണഘടനയുടെ മനോഹരമായൊരു പ്രതീകമാണ്. ഈ രാജ്യത്തിന്റെ സൈന്യം അത് പറയുന്നു. അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ എൻ്റെ കൂടെ ഗുജറാത്തിലെ സിയാസത്ത് നഗറിലേക്ക് വാ. ഈ പകൽ അവിടെ 8,000 വീടുകൾ തകർക്കപ്പെട്ടിരിക്കുന്നു. വീടുകൾ എന്ന് പറയുമ്പോൾ സ്നേഹമുള്ളവരെ, മണിമന്ദിരങ്ങളല്ല, വലിയ വലിയ കെട്ടിടങ്ങളല്ല, ആസ്പെറ്റോസ് കൊണ്ട് മേഞ്ഞ, തകരപ്പാട്ടകൾ കൊണ്ട് ഭിത്തി തീർത്ത ചെറിയ ചെറിയ കുടിലുകളാണ്. ഒന്നിനോട് ചേർന്നൊന്ന്, അതിനോട് ചേർന്ന് മറ്റൊന്ന്. സിയാസത്ത് നഗറിലെ ഒരു തെരുവിൽ 8,000 വീടുകൾ. ആ 8,000 വീടുകളിലായി ഏതാണ്ട് 40,000-ത്തിനടുത്ത ആളുകൾ. അവരിന്നലെ വരെ അവിടെ താമസിച്ചവരാണ്. അവർക്കിടയിൽ ഒറീസക്കാരുണ്ട്, മധ്യപ്രദേശുകാരുണ്ട്, രാജസ്ഥാനികളുണ്ട്, ബംഗാളികളുണ്ട്. അവർ നിങ്ങളുടെ കൂരാച്ചുണ്ടിലെ അങ്ങാടിയിൽ വന്ന്, ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും വന്ന് നിങ്ങളുടെ പറമ്പിലും കരിങ്കൽ പാറകളിലും പണിയെടുക്കുന്ന അതിഥി സംസ്ഥാന തൊഴിലാളികളെ പോലെ ഈ രാജ്യത്തിന്റെ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്ത് ജോലിയെടുക്കാൻ പോയവരാണ്. ആ പാവങ്ങൾ അവിടെ താമസിക്കുന്നു. അവരുടെ വീട് ഇന്ന് രാവിലെ ബുൾഡോസറുമായി വന്ന് തകർക്കുന്നു. അവരുടെ കൂട്ടത്തിൽ നിന്ന് 23 പേർ ആ തകർക്കൽ നടന്നുകൊണ്ടിരിക്കെ
ബുൾഡോസറിന്റെ യന്ത്രക്കൈ ആ തകര വീടുകൾ ഓരോന്നായി വലിച്ചെറിഞ്ഞ് പറിച്ചെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുമ്പോൾ അക്കൂട്ടത്തിൽ നിന്ന് 23 പേർ ഗുജറാത്ത് ഹൈക്കോടതിയുടെ മുൻപിൽ പരാതി ബോധിപ്പിച്ചു. ഞങ്ങളുടെ വീട് തകർക്കാണ്, ഞങ്ങളുടെ വീടില്ലാതാവാണ്, ഞങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരികയാണ്. ഈ രാത്രി ഞങ്ങളുടെ മക്കൾക്ക് ഈ ഗുജറാത്തിന്റെ മണ്ണിൽ ഉറങ്ങാൻ വീടില്ലാതെ പോകുന്ന ഞങ്ങളുടെ സഹോദരിമാർക്ക്, ഞങ്ങളുടെ ഭാര്യമാർക്ക് തെരുവിൽ ഉറങ്ങേണ്ട സാഹചര്യം വരുന്നു. ഗുജറാത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ കപിൽ ദ്വിവേദി എന്നോ മറ്റാണ് അയാളുടെ പേര്. അയാൾ ഗുജറാത്ത് ഹൈക്കോടതിയോട് ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? ഈ താമസിക്കുന്ന 8000 വീടുകളിലുമുള്ളത് ബംഗ്ലാദേശികളാണ്, നുഴഞ്ഞുകയറ്റക്കാരാണ്, ഭീകരവാദികളാണ്. കോടതി പറഞ്ഞു, എന്നാ നിങ്ങൾ പൊളിച്ചോളൂ, സ്റ്റേ ഇല്ല, സ്റ്റോപ്പ് മെമ്മോ ഇല്ല, നിർബാധം ആ പൊളിക്കൽ അവിടെ പൂർത്തിയായി. ഗുജറാത്തിന്റെ ഗവൺമെന്റ് ഇന്ന് ഗുജറാത്ത് ഹൈക്കോടതിയോട് പറഞ്ഞത് 8000 വീടുകളിലായി താമസിക്കുന്ന ആ 40,000 പേർ അവര് നുഴഞ്ഞുകയറ്റക്കാരാണ്. ആ 8000 തകരപ്പാട്ട കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വീടുകൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അതാണ് പറഞ്ഞത്. ഇതൊരു സാധാരണ പൊളിക്കലല്ല, അവിടെ നിയമപരമായ പ്രശ്നം ഉണ്ടോണ്ട് പൊളിക്കല്ല. പിന്നെയോ ആ കുടിലുകൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. പിന്നെ ഒരു കോടതിയും ഇടപെടില്ല, ഒരു കോടതിയും പൊളിക്കണ്ട എന്ന് പറയില്ല. ഇപ്പൊ ഗുജറാത്തിലെ BJP ഗവൺമെന്റ് ഇന്ന് 8000 വീടുകൾ പൊളിച്ച് ഈ വൈകുന്നേരം ഈ രാത്രിയിൽ എൻ്റെ മുൻപിൽ കൂരാച്ചുണ്ടല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരിരിക്കുമ്പോൾ അവിടെ 40,000 പേർക്ക് വീട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്നലെ അതൊരു തകരപ്പാട്ടയുടെ കുടിലാണെങ്കിലും അവരുറങ്ങിയത് അവരുടെ വീട്ടിലായിരുന്നു. ഈ രാത്രി അത്രയും പേർ നിങ്ങളുടെ ഈ കൂരാച്ചുണ്ട് ഗ്രാമത്തിന്റെ ജനസംഖ്യയേക്കാൾ ഒരുപക്ഷെ കൂടുതലുള്ള മനുഷ്യർ കിടക്കാനിടമില്ലാതെ റോഡിലുണ്ട് എന്നതാണ്. അവരെ എങ്ങനെയാ പുറത്താക്കിയത്? രാജ്യസുര എന്ന് വെച്ചാൽ 40,000 ഭീകരവാദികൾ വീട് വെച്ച് ഗുജറാത്തിൽ താമസിക്കുക അല്ലേ? 8000 പേർ, 40,000 ഭീകരവാദികൾ ഒരേയിടത്ത് താമസിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ പെഹൽഗാമിലെ ആക്രമണം കഴിഞ്ഞപ്പോഴാണോ നിങ്ങൾ അവരെ കണ്ടത്? വർഷങ്ങളായി, തലമുറകളായി ആ മനുഷ്യർ അവിടെ ഇല്ലേ? 40,000 പേർ ഭീകരവാദികൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇന്നലെ വരെ BJP ഗവൺമെന്റ്, ഗുജറാത്തിലെ BJP ഗവൺമെന്റ് എന്തെടുക്കായിരുന്നു? എന്ത് പരിശോധന നടത്തിയിട്ടാണ് അവർ തീവ്രവാദികളാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചത്? ഇന്ത്യയുടെ സൈന്യം പോലും പാകിസ്ഥാനിലെ കേവലം 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ട് പാവപ്പെട്ടവരെ, പള്ളികളെ, ആരാധനാലയങ്ങളെ ഞങ്ങൾ ലക്ഷ്യം വെക്കില്ല. കാരണം ഞങ്ങൾ മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യയുടെ അതിരുകാക്കാൻ ആയുധമെടുത്ത സൈന്യമാണ് എന്ന് പറയുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്നവർ ഇന്ത്യക്കകത്ത് ഭീകരവാദികളെ തിരയാണ്. സൈന്യം 9 ഇടത്ത് ടാർഗറ്റ് ചെയ്തപ്പോൾ രാജ്യം മുഴുവൻ പാവപ്പെട്ട ഒരു സമുദായത്തിൽപ്പെട്ട മനുഷ്യർ കിടക്കുന്ന വീടുകൾ, അവരുടെ തെരുവുകൾ, അവരുടെ പള്ളികൾ ഇവർ ലക്ഷ്യം വെക്കാണ്, ഇവർ തകർക്കാണ് ബുൾഡോസർ വെച്ച്. ഞാൻ പറഞ്ഞത്, അവര് കുറെ കാലം പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യും. പാകിസ്ഥാനെതിരെ യുദ്ധം അവസാനിച്ചാലോ രാജ്യത്ത് RSSകാർ, രാജ്യത്ത് BJPക്കാർ ഈ രാജ്യത്തിനകത്ത് ഭീകരവാദികളെ തിരയാൻ തുടങ്ങും. ആ ഭീകരവാദികൾക്കെതിരെ യുദ്ധം ആരംഭിക്കും, അവരുടെ വീടുകൾ തകർക്കും. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഒരു കാര്യം ഇവിടെ നിങ്ങൾ വളരെ കൃത്യമായി കൂരാച്ചുണ്ടിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ മനസ്സിലാക്കണം. നിങ്ങൾ എന്തിനാണ് ഇന്ന് ഈ അങ്ങാടിയിലൂടെ കൊടിപിടിച്ചു നടന്നത്? ഇവിടെ OK അഹമ്മദ് മാസ്റ്റർ പക്ഷേ 4 പതിറ്റാണ്ട് കാലം ഈ ഗ്രാമത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന് നെടുനായകത്വം വഹിച്ച നേതാവ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുമ്പോ അതൊരു വലിയ നേട്ടമാണ്, വലിയ സന്തോഷമാണ്. പക്ഷേ സ്നേഹമുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാര്, ഇത് നിങ്ങളുടെ അന്തിമ ലക്ഷ്യമായിരുന്നില്ല എന്ന ബോധ്യം ഉണ്ടാവണം. നിങ്ങൾ ലീഗായത് ഇതിനല്ല, ലീഗായപ്പോൾ ഉണ്ടായ ഒരു നേട്ടം മാത്രമാണിത്. ഇത് ഞങ്ങളുടെ അന്തിമ ലക്ഷ്യമാണ് എന്ന് വിചാരിച്ചു പോകരുത് നമ്മൾ, ഇല്ലേ? ജബ്സെ ചലാഹു മൻസിൽ പർ ഹൈ നസർ, നിഗാഹോൻ ने मेरे कभी मील का पत्थर न देखा എന്നാണ്. നടന്നു തുടങ്ങിയല്ലോ ആദ്യത്തെ ചുവടുവയ്പ്. മദ്രാസിലെ രാജാജി ഓഡിറ്റോറിയത്തിൽ നിന്ന് സ്വതന്ത്ര ഭാരതത്തിന്റെ ആകാശത്തേക്ക് ഉയർന്നു കിട്ട ആദ്യത്തെ മുദ്രാവാക്യം, നമ്മുടെ ആദ്യത്തെ കാൽവയ്പ്. അന്നു മുതൽ ഇന്ന് വരെ നടന്നു താണ്ടിയ ഈ വഴികളിലാകെ നമ്മുടെ കണ്ണുകൾ ഇമചിമ്മാതെ നട്ടുനിന്നത് നമ്മുടെ അന്തിമ ലക്ഷ്യത്തിലേക്കാണ്. നിഗാഹോന്നെ മെരേ കഭി മീൽ കാ പത്തർ ന ദേഖാ,
ആ നടന്നുപോയ വഴികളിൽ ഞങ്ങളിൽ കുറെ ആളുകൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി, കുറെ ആളുകൾ പഞ്ചായത്ത് മെമ്പർമാരായി, വേറെ കുറെ ആളുകൾ MLA-മാരായി, വേറെ കുറെ ആളുകൾ മന്ത്രിമാരായി, വേറെ കുറെ പേർ MP-മാരായി, ഒരാൾ കേന്ദ്രമന്ത്രിയായി, ഒരാൾ മുഖ്യമന്ത്രിയായി. ഇതൊന്നും നിങ്ങളുടെ അന്തിമ ലക്ഷ്യമായിരുന്നില്ല. നിങ്ങളുടെ ലക്ഷ്യം ഇനിയും അകലെയാണ്. ഈ കണ്ടതൊക്കെ നാഴികക്കല്ലുകളാണ്. രാജ്യത്തിനകത്ത് ഭീകരരെ തിരയുന്ന കാലം വരും, രാജ്യത്തിനകത്ത് പാകിസ്ഥാനികളെ തികയുന്ന കാലം വരും. അങ്ങനെ ഒരു കാലം വരുമ്പോൾ, ഫാഷിസത്തിന്റെ ബുൾഡോസർ ഉരുണ്ടു തുടങ്ങുമ്പോൾ, അവർ വേട്ടനായ്ക്കളെപ്പോലെ ഇരയെ പിടിക്കാൻ ഇറങ്ങുമ്പോൾ, ഈ രാജ്യം ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷത്തിന്റെ അധികാരപ്രമുഖതയ്ക്ക് കീഴടങ്ങുന്ന നാൾ വരുമ്പോ അവരാദ്യം ലക്ഷ്യം വെക്കുന്നത് എൻ്റെ ഈ സമുദായത്തിന്റെ നേരെയായിരിക്കും. അവരുടെ വീടുകളായിരിക്കും, അവരുടെ പള്ളികളായിരിക്കും, അവരുടെ ഖബർസ്ഥാനുകളായിരിക്കും. വഖഫ് ഇസ്ലാമിക ആരാധനയുടെ ഭാഗമല്ലെന്ന് രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഗവൺമെന്റ് ബാധിച്ച ദിവസമാണ്. ബാബരി മസ്ജിദിന്റെ വിധി വന്നപ്പോൾ അവർ പറഞ്ഞു, നിസ്കരിക്കാൻ പള്ളി വേണം എന്ന് മുസ്ലിങ്ങൾക്ക് നിർബന്ധമില്ല, മുസ്ലിങ്ങൾക്ക് എവിടെയും നിസ്കരിക്കാം. ഇപ്പൊ പറയാണ് വഖഫ് ഇസ്ലാമിക ആചാരത്തിന്റെ ഭാഗമല്ല. ഞാൻ സിന്ദൂരത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയല്ലോ. ഈ രാജ്യത്തെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ സിന്ദൂരം മാക്കാൻ പാകിസ്ഥാന്റെ ഭീകരവാദികൾ കടന്നു വന്നപ്പോ ആ തിരിച്ചടിക്ക് ഇന്ത്യ മഹാരാജ്യം ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് വിളിച്ചപ്പോ അതിന് കൈയടിച്ചവരാ നമ്മൾ. എൻ്റെ ഈ കൂടപ്പറപ്പുകൾ ഒന്നൊഴിയാതെ ഹിജാബ് ധരിച്ച് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന കൂരാച്ചുണ്ടിലെ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകകളായ എൻ്റെ സഹോദരിമാർ, ആ സിന്ദൂരം പോലത്തെ ഒരടയാളമാണ് നിങ്ങളുടെ തലയിലെ ഹിജാബ്. ആ ഹിജാബ് മുസ്ലിം സ്ത്രീകൾക്ക് അനിവാര്യമല്ല, അത് സ്ത്രീകൾക്ക് നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു മതവിധിയില്ല എന്ന് ഈ രാജ്യത്തിന്റെ സുപ്രീം കോടതി ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വഖഫ്, നമ്മുടെ ഹിജാബ്, നമ്മുടെ പള്ളികൾ ഇതൊക്കെ ഈ മതത്തിന് അനിവാര്യമല്ല എന്ന് BJP വാദിക്കുന്നത് ഓരോരോ അടയാളങ്ങളെയായി, ഈ വിശ്വാസത്തിന്റെ ഓരോരോ ഷിയാറുകളെയായി തകർത്തെറിയാനാണ് എന്ന ബോധ്യമുണ്ടാവണം. ഇങ്ങനെ ഒരു കാലത്തേക്കാണ്, ഇങ്ങനെ ഒരു കാലത്ത് നെഞ്ചോട് ചേർത്തു പിടിക്കാനാണ്, വാനിൽ ഉയർത്തിക്കെട്ടാനാണ്, മണ്ണിൽ നാട്ടിവെക്കാനാണ് മഹാനായ നേതാവ് ഈ പതാക കൈമാറിയത് എന്ന അഭിമാന ബോധത്തോടെ ഇനിയും ഒരു 100 കാതം ആവേശത്തോടെ കരുത്തോടെ മുന്നോട്ട് നടക്കാൻ നിങ്ങൾക്ക് ഈ സ്ഥാനലബ്ധി ഒരു പ്രേരണയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ലീഗിന്റെ രാഷ്ട്രീയത്തിന്റെ മർമ്മതാണ് നമ്മുടെ ഒരടയാളങ്ങളെയും നമ്മുടെ ഒരു അവകാശങ്ങളെയും അടിയറ വെക്കാതിരിക്കുക. അപ്പോഴാണ് ഈ വേദിയിൽ എൻ്റെ പുറകിൽ മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ ഞങ്ങള് മറ്റാരുടെയും കാര്യം നോക്കില്ല, ഞങ്ങൾക്ക് കിട്ടേണ്ടത് കണക്ക് പറഞ്ഞ് വാങ്ങാൻ മാത്രം വന്നവരാണ് എന്ന നിലപാട് ലീഗ് ഒരു ഘട്ടത്തിൽ പോലും സ്വീകരിച്ചിട്ടില്ല. കുരാച്ചുണ്ട് ഒരു മലയോര ഗ്രാമമാണ്. ഒരുപക്ഷെ ഈ വേദി, ഈ സദസ്സിൽ എൻ്റെ മുൻപിലിരിക്കുന്നത് കൂരാച്ചുണ്ടിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായിരിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ ക്രൈസ്തവ സഹോദരനുണ്ട്, കുടിയേറ്റക്കാരായ ക്രൈസ്തവ സഹോദരന്മാർ ഇവിടെ ധാരാളമുണ്ട്. ഈ വേദിയിൽ എനിക്ക് മുന്നിൽ ദളിത് ലീഗിന്റെ ഒരു നേതാവിരിപ്പുണ്ട്. ജയന്തി രാജൻ എന്ന പേരിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ നേതൃനിരയിലേക്ക് അഭിവന്ദനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, നിങ്ങളുടെ ഉദ്ഘാടകരെ പോലെയുള്ള തിളയ്ക്കുന്ന യുവരത്നങ്ങളെ പാർട്ടി ദേശീയ തലത്തിൽ കെട്ടിപ്പടുക്കാൻ പാർട്ടി നേതൃത്വത്തിലേക്ക് നിയോഗിച്ച ചെന്നൈ കൗൺസിൽ ജയന്തി രാജനെ കൂടി ആ ദൗത്യത്തിന്റെ ഭാഗമാക്കുകയാണ്. ഞാനും നിങ്ങളുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട സാജിദ് സാഹിബ് എൻ്റെ വലതുഭാഗത്തിരിപ്പുണ്ട്. ഞങ്ങൾ നടത്തുന്ന യാത്രകളുണ്ട്. ഈ സംഘടന ഉത്തരേന്ത്യയിൽ കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ നടത്തുന്ന ചെറിയ ചെറിയ പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങളിൽ ഒന്നുപോലും ഇവിടുത്തെ മുസ്ലിം സമുദായത്തോട് മാത്രമല്ല ലീഗ് സംസാരിക്കുക. മുസ്ലിം സ്വത്വരാഷ്ട്രീയം എന്നതുകൂടെ തന്നെ മുസ്ലിം ലീഗ് ചേർത്തു പിടിക്കുന്ന ബഹുജൻ രാഷ്ട്രീയമുണ്ട്. ഇവിടുത്തെ ദളിതർ, ഇവിടുത്തെ പിന്നോക്കക്കാർ, ഇവിടുത്തെ ആദിവാസികൾ, ഇവിടുത്തെ ജനാധിപത്യ മതനിരപേക്ഷ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന മതേതരവാദികളായ എല്ലാ മനുഷ്യരും ലീഗിന്റെ രാഷ്ട്രീയത്തിന്റെ പങ്കുകാരാണ്, നമ്മുടെ സമരസഖാക്കളാണ്. ഒരർത്ഥത്തിൽ അവർ നമ്മുടെ കൂടപ്പിറപ്പുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയത്തെ രാജ്യത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ വലിയൊരു ദൗത്യമാണ്. കേരളത്തിലേക്ക് വന്നാൽ ഈ അവകാശ ബോധ്യത്തെ നമ്മൾ അരക്കിട്ടുറപ്പിച്ച ഒരിടമാണ് കേരളം. എൻ്റെ മുൻപിലിരിക്കുന്ന ആ കൊച്ചുകുട്ടി,
അവൻ്റെ പേരെനിക്കറിയില്ല, അവൻ്റെ ഉമ്മയും ഉപ്പയും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ അവനോടൊന്ന് സംസാരിക്കൂ, അവൻ്റെ ഉള്ളിൽ ഒരു അവകാശബോധമുണ്ടാവും അല്ലേ? സ്കൂളിലെ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്, അവനറിയാം അത് അപേക്ഷ കൊടുക്കണം, അത് കൊടുത്താൽ എനിക്ക് കിട്ടും. നിങ്ങൾ ഉമ്മയോടും ഉപ്പയോടും വന്ന് പറയും, നിങ്ങൾ അക്ഷയ സെൻറ്ററിൽ പോയിട്ട് അത് കൊടുക്കും, അത് നിങ്ങളുടെ കുട്ടിയുടെ അക്കൗണ്ടിൽ വരും. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവല്ല. നിങ്ങൾ സർക്കാരിന് അപേക്ഷ കൊടുക്കുന്നു, സർക്കാർ അത് നിങ്ങളുടെ കുട്ടിയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു. എന്ന് വെച്ചാൽ അത് വാങ്ങാൻ നിങ്ങളോ നിങ്ങളുടെ കുട്ടിയോ ഒരാളുടെയും മുന്നിൽ പോയി തല ചൊറിഞ്ഞ് നിൽക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. അവിടെ ഒരു ഔദാര്യത്തിൻ്റെ പ്രശ്നമില്ല. കാരണം ഗവൺമെൻറ് തരുന്നത് അവരുടെ വീട്ടിൽ നിന്നെടുത്തോ അവരുടെ തറവാട്ട് മുതലോ അല്ല. കൂരാച്ചുണ്ടങ്ങാടിയിൽ നിന്നൊരു സോപ്പ് വാങ്ങിയപ്പോൾ, ഒരു പിന്ന് വാങ്ങിയപ്പോൾ, ഒരു കുപ്പായം വാങ്ങിയപ്പോൾ, അങ്ങാടിയിലെ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചപ്പോൾ നിങ്ങൾ മുൻകൂറായി നിങ്ങളുടെ രാജ്യത്തിൻ്റെ കയ്യിൽ കൊടുത്തേൽപ്പിച്ച പണം, നിങ്ങളുടെ പണം, നികുതി പണം, അതിൻ്റെ ഒരു പങ്കാണ് എൻ്റെ മോൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത്. എന്ന് വെച്ചാൽ അത് ഔദാര്യമല്ല, പിന്നെയോ മുൻകൂറായി ഞാൻ കൊടുത്തേൽപ്പിച്ച നികുതി പണമാണ് എൻ്റെ കുട്ടി ഇപ്പോൾ വാങ്ങിയത്. ഒരർത്ഥത്തിൽ എൻ്റെ കുട്ടിക്ക് ആ പണം കൊടുത്തത് ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് ഒരപമാനത്തിൻ്റെ പ്രശ്നമില്ല. ഇരുന്ന് വാങ്ങിയാണ് ഞാൻ പഠിച്ചതെന്ന് 1,00,000 തവണ പോലും എൻ്റെ മുൻപിലിരിക്കുന്ന ആ കുഞ്ഞിന് ചിന്തിക്കേണ്ടി വരുന്നില്ല. ഇതാണ് അവകാശബോധം അല്ലേ? ഇതാണ് ഇസ്സത്ത്. ഞാൻ ചോദിക്കട്ടെ, കൂരാച്ചുണ്ട് ഗ്രാമത്തിലെ ഈ നിരന്നിരിക്കുന്ന കുട്ടികൾ ആ അവകാശബോധമുള്ളവരാണ്. ഇന്ത്യയിൽ ഇതേ പ്രായമുള്ള ഇതേ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കുട്ടി ഈ അവകാശബോധം അനുഭവിക്കുന്നുണ്ടോ? കേരളത്തിലെ ലീഗ് എന്തിനാണ്? ലീഗ് ഇവിടെ ചെയ്ത പണി എന്താണ്? ലീഗ് സമുദായത്തെ അല്ല, സമുദായം ലീഗിനെയാണ് വളർത്തിയത് എന്ന് പറയുന്നവരുണ്ട്. ഞാൻ വളരെ ബോധപൂർവമാണ് ഈ സദസ്സിലെ ഏറ്റവും വലിയ VIP-കൾ, പക്ഷെ അഹമ്മദ് ഖാനേക്കാളും വലിയ VIP-കളാണ് ഈ ഇരിക്കുന്ന 3-4 മുതലുകൾ അല്ലേ? അവരോട് മിണ്ടാതിരിക്കാൻ ആരെങ്കിലും പറയോ? ഇവിടെ പറയോ? ഓലോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഓൽക്ക് പറയാനുള്ളത് മുഴുവൻ ഓല അവിടെ ഇരുന്ന് പറയും അല്ലേ? ഞാൻ ആ കുട്ടികളെ കുറിച്ച് പറഞ്ഞത്, എൻ്റെ മുൻപിൽ 6 കുട്ടികൾ ഇരിപ്പുണ്ട്. ഞാൻ സ്നേഹമുള്ള ഉമ്മമാരെ നിങ്ങളോട് ഉത്തർപ്രദേശിലെ ഒരു കുട്ടിയുടെ കഥ പറയാം. ഈ കുട്ടികൾക്ക് ലഭിക്കേണ്ടുന്ന സ്കോളർഷിപ്പ് അവകാശബോധത്തോടെ അവർ വാങ്ങുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉത്തർപ്രദേശിലേക്ക് പോകും. അവിടെ മുസഫർ നഗറിലെ ഒരു ക്ലാസ് മുറി, ആ ക്ലാസ് മുറിയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ തൊട്ട് മുന്നിൽ ആ ക്ലാസ് മുറിയിലെ എല്ലാ കുട്ടികളും നിരന്ന് നിൽക്കുകയാണ്. സ്വാഭാവികമായും ഒരു കുട്ടി എഴുന്നേറ്റ് നിൽക്കുന്നു, ക്ലാസ്സിലെ ബാക്കി കുട്ടികൾ അവിടെ വരിയായി നിൽക്കുന്നു. ഇവൻ എന്തെങ്കിലും സമ്മാനം കൊടുക്കാനാവാം, ഇവനെ അനുമോദിക്കാനാവാം, നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ വിചാരിക്കുക. പക്ഷെ അവിടെ സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായ മറ്റൊരു കാര്യമാണ്. ആദ്യത്തെ കുട്ടി നടന്നു വന്ന് ഈ എഴുന്നേറ്റ് നിൽക്കുന്ന കുട്ടിയുടെ മുഖത്തടിച്ചു. രണ്ടാമത്തെ കുട്ടി വന്ന് മുഖത്തടിച്ചു. അപ്പൊ ഈ കുട്ടികൾ മെല്ലെയാണ് അടിക്കുന്നത്. അപ്പൊ നമ്മളൊരു അലർച്ച കേൾക്കുകയാണ്, ഒരു സ്ത്രീ ശബ്ദത്തിൽ, ജോർസെ മാറോനാ, കുറച്ചുകൂടി ശക്തമായി അടിക്ക്. അപ്പൊ ക്യാമറ ആ ക്ലാസ് മുറിയുടെ ഇടതു ഭാഗത്തേക്ക് തിരിഞ്ഞു. അവിടെ അവരിരിക്കുന്നത് പോലെ മേശയിൽ സാരി ഉടുത്ത ഒരു ടീച്ചർ ഇരിപ്പുണ്ട്. തൃപ്ത ത്യാഗി എന്നാണ് അവരുടെ പേര്. അവർ പറയുന്നത്, ജോർസെ മാറോനാ, കുറച്ചുകൂടി ശക്തമായി അടിക്ക്. പിന്നാലെ നടന്നു വന്ന കുട്ടി, കളങ്കമില്ലാത്ത കുട്ടി, ടീച്ചറുടെ കൽപ്പന അനുസരിച്ചു. കൈവീശി തലകുമ്പിട്ട് നിൽക്കുന്ന 8 വയസ്സുകാരൻ്റെ മുഖത്ത് ആഞ്ഞടിച്ചു. അപ്പൊ ടീച്ചർ പറഞ്ഞു, ചെഹരാ ഉസ്കാ ലാൽ ഹോ ജായേഗാ, അഭി ഉസ്കെ കമർ പേ മാറോനാ. ഇങ്ങനെ അടിച്ചാൽ അവൻ്റെ കവിള് ചുവന്ന് തൊടുക്കും, അതുകൊണ്ട് അവൻ്റെ വയറ്റത്തടിക്കൂ എന്നാണ്. അങ്ങനെ അവസാനത്തെ കുട്ടിയും വന്ന് വയറ്റത്തിടിക്കുമ്പോൾ, മുഖത്തടിക്കുമ്പോൾ ആ 8 വയസ്സുകാരൻ, നിങ്ങളുടെ ഈ കുട്ടികളുടെ പ്രായമുള്ള മോൻ, അവിടെ തല കുനിച്ച് നിന്ന അടി മുഴുവൻ ഏറ്റുവാങ്ങി. ആ വീഡിയോ വൈറലായി. ആ കുട്ടിയുടെ കേസ് സുപ്രീം കോടതിയിൽ വന്നു. സുപ്രീം കോടതിയിൽ വന്നപ്പോൾ മിനിഞ്ഞാന്ന് ആ സംസ്ഥാനം ഭരിക്കുന്ന UP ഗവൺമെൻറ്റിനോട് രാജ്യത്തിൻ്റെ പരമോന്നത നീതിന്യായ പീഠം ചോദിച്ചത്, ആ കുട്ടിയെ പഠിപ്പിക്കണം എന്ന് സുപ്രീം കോടതി പറഞ്ഞില്ലേ? അവനെ ആ സ്കൂളിൽ നിന്ന് മാറ്റണം എന്ന് പറഞ്ഞില്ലേ? അവന് യൂണിഫോം കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? അവൻ്റെ കൂടെ ദൂരെയുള്ള സ്കൂളിലേക്ക് പോകുന്ന ആൾക്ക് 200 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ? ആ സംഭവത്തിൻ്റെ പേരിൽ
ആ ക്ലാസ് മുറിയിൽ വെച്ച് മതത്തിൻ്റെ പേരിൽ ആ അപമാനമേൽക്കേണ്ടി വന്ന പൊന്നുമോന് അവന് ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്തേ കേട്ടില്ല? അപ്പൊ യു പിയിലെ ഗവൺമെന്റ് മറുപടി കൊടുത്തു. ഞങ്ങളത് കേൾക്കാതിരുന്നത് അവരുടെ കൂട്ടത്തിൽ ഒരു ട്രസ്റ്റ് ഇവനെ ഏറ്റെടുത്തിരുന്നു. അത് നടക്കുന്നുണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചത്. ആ കുട്ടിയെ ഒരു നിമിഷം, സ്നേഹമുള്ള എൻ്റെ ഉമ്മമാരെ, നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിക്കുക. അത്ര വലിയ യാതന സഹിച്ച് പഠിത്തം മുടങ്ങിയിട്ടും ഈ രാജ്യത്തെ ഏറ്റവും വലിയ കോടതി ആ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടും അവനൊരു കുഞ്ഞു കുപ്പായം വാങ്ങിക്കൊടുക്കാൻ, ഒരു പുസ്തക സഞ്ചി വാങ്ങിക്കൊടുക്കാൻ, ഒരു പേന വാങ്ങിക്കൊടുക്കാൻ 8 വയസ്സുള്ള ഒരു കുട്ടിയോട് ഒരല്പം ദയ കാണിക്കാൻ യു പിയിലെ യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് തയ്യാറായില്ല. നിങ്ങളുടെ കുട്ടി വാങ്ങിയ ആ സ്കോളർഷിപ്പില്ലേ, കൂരാച്ചുണ്ടങ്ങാടിയിൽ വന്ന് നിങ്ങൾ വിത്ഡ്രോ ചെയ്തെടുത്ത ആ സ്കോളർഷിപ്പില്ലേ, ഇത് എൻ്റെ പൈസയാണ്, അത് ഉമ്മാക്ക് തരൂല. ഇതുകൊണ്ട് എനിക്ക് പന്ത് വാങ്ങണം, ഇതുകൊണ്ട് എനിക്ക് ഷർട്ട് വാങ്ങണം, ഇത് എൻ്റെ പൈസയാണെന്ന് ഈ മക്കൾ നിങ്ങളിൽ ഒരാളോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഉമ്മാക്ക് ഇതെടുക്കാൻ തരൂല്ല, ഉപ്പാക്ക് കൊടുക്കണ്ട. നിങ്ങൾ പല ആവശ്യവും പറയും, പക്ഷേ ഇത് എനിക്ക് കിട്ടിയ പൈസയാണ്, ഇതുകൊണ്ട് എനിക്ക് പന്ത് വാങ്ങണം, എനിക്ക് ജേഴ്സി വാങ്ങണം, എനിക്ക് സിനിമ കാണണം, എനിക്ക് മിഠായി വേണം എന്ന് ഈ മക്കൾ പറഞ്ഞില്ലേ നിങ്ങളോട്? ഇതെൻ്റെ പൈസയാണ് എന്ന അവകാശബോധം ഈ 8 വയസ്സുള്ള മക്കളുടെ ഉള്ളിൽ കൊളുത്തി വെച്ചത് ആരാ? യു പിയിലെ ആ കുഞ്ഞ് അവസാനത്തെ ആളും വന്ന് അടിച്ചിട്ട് പോകുന്നത് വരെ നിങ്ങളുടെ അടി കൊള്ളേണ്ട ആളല്ലട്ടോ ഞാൻ. എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് എന്ന് പറയാനുള്ള ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? അവിടെ ദൗർഭാഗ്യവശാൽ മുസഫർ നഗറിലെ ആ സ്കൂളിൻ്റെ പുറത്ത് നമ്മളുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മളുണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു, നമ്മുടെ പൂർവികന്മാരുണ്ടായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഭിമാനബോധത്തിന്റെ പച്ച പതാക ഉണ്ടായിരുന്നു എന്നതാണ് ലീഗ് ബാക്കി വച്ചത്. നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ കൽബില് കാലിടറാത്ത ഈ അവകാശബോധമാണ്. ഇനിയോ ഇപ്പോ അത് കേരളത്തില് വെല്ലുവിളിക്കപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ കേരളവും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകണം. ഇന്ന് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരാളിൻ്റെ ബർത്ത്ഡേ ആണ്. ആരാണ് അയാൾ? ആരാണ്? അത് മോഹൻലാലാണ് കേട്ടോ. ഇന്ന് മൂപ്പർക്ക് 65 വയസ്സായി എന്നാണ്. എനിക്കറിയില്ല. എന്ന് വെച്ചാൽ മമ്മൂട്ടിക്ക് കഴിഞ്ഞ ദിവസം 73 വയസ്സായി. എൻ്റെ ഉപ്പാക്കും 73 വയസ്സ്. മമ്മൂട്ടി എൻ്റെ ഉപ്പയായിട്ടൊരു ബന്ധമില്ല. മോഹൻലാലിന് 65 വയസ്സ് എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ പ്രായം. ഇവിടെ ഇരിക്കുന്ന പലരും, പക്ഷെ മോഹൻലാൽ സുന്ദരനാണ്, വലിയ നടനാണ്, നമ്മുടെയൊക്കെ അഭിമാനമാണ്. അയാളുടെ ഒരു സുഹൃത്താണ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖർ മോഹൻലാലിന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു. അയാളുടെ താഴെ വന്നിട്ട് മോഹൻലാൽ സുഡാപ്പിയാണെന്ന് പറഞ്ഞിട്ട് അയാളെ പൂരെ തെറിയാണ്. ആര്? ഇവിടുത്തെ BJPക്കാര്. കഴിഞ്ഞ ഒരു 4 മാസം മുൻപ് വരെ കേരളത്തിൽ ഇടതുപക്ഷത്തു നിന്ന് മെല്ലെ മെല്ലെ സഖാക്കളുടെ ഇടതുപക്ഷ ബോധ്യത്തിൽ നിന്ന് സംഘിസത്തിലേക്ക് വഴിമാറുന്ന കേരളത്തിലെ കുറെ പക്ക RSSകാരുടെ, കേരളത്തിലെ കുറെ പ്രച്ഛന്ന RSSകാരുടെ, കേരളത്തിലെ കുറെ കാസക്കാരുടെ, കേരളത്തിലെ കുറെ ചാനലുകാരുടെ ഹീറോയായിരുന്നു ആര്? മോഹൻലാൽ. കാരണം അയാൾക്ക് പട്ടാളത്തിലെ കേണൽ പദവിയുണ്ട്. നോട്ട് നിരോധിച്ചപ്പോൾ മോദിയെ അഭിവാദ്യം ചെയ്ത് പോസ്റ്റിട്ട ആളാണ്. മോദിയെ ഇടയ്ക്കിടയ്ക്ക് പോയി കൈപിടിച്ച് മുസാഫാത്ത് ചെയ്യുന്ന ആളാണ് ആര്? മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞവർക്ക് ഈ 65ാം പിറന്നാളിൻ്റെ അന്ന് മലയാളത്തിൻ്റെ മഹാനടനെ പച്ച തെറിവിളിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ ജീവിക്കുന്ന പുതിയ കേരളത്തിൻ്റെ പ്രത്യേകത. ഇത് സംഘികൾ ടാർഗറ്റ് ചെയ്ത കേരളമാണ്. അവരുടെ വിദ്വേഷ പ്രസംഗങ്ങളുടെ കേരളമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ സൈന്യം ആക്രമിച്ചപ്പോൾ ആ 9 ഭീകര കേന്ദ്രങ്ങളിൽ ഒന്നിൽ മസൂദ് അസറിൻ്റെ സഹോദരൻ ഉണ്ടായിരുന്നു. മസൂദ് അസർ വലിയ ഭീകരനാണ്. ഇപ്പോൾ ആ ചരിത്രം പുരാണം പറയാൻ സമയമില്ല. അയാളുടെ സഹോദരൻ മരിച്ചു എന്ന വാർത്ത ഇന്ത്യയിൽ വരുമ്പോൾ നമുക്കൊക്കെ വലിയ സന്തോഷം തരുന്നൊരു വാർത്തയാണ്. കാരണം അയാൾ പാകിസ്ഥാനിലെ വലിയ ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ നേതാവാണ്. നമ്മുടെ നാട്ടിലെ ഒരു BJP നേതാവ് സന്ദീപ് ബജസ്പതി, നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാർട്ടീൻ്റെ ചാനലിൽ പറഞ്ഞേക്കാറുണ്ട്. നമ്മളവിടെ പോകുമ്പോൾ അവിടെ അധികവും BJPക്ക് വേണ്ടി വന്നിരിക്കാറുള്ള ഒരാളാണ് ഈ ചങ്ങായി. ആര്? ഈ സന്ദീപ് ബജസ്പതി. ഈ സഞ്ജീവ് ബജസ്പതി ഈ വാർത്ത ഷെയർ ചെയ്യാണ്. പാകിസ്ഥാനിലെ ഭീകരൻ സയ്യിദ് മസൂറിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു.
ഒരാൾ മരിച്ചപ്പോൾ നാളെ ഒരു ഉദാഹരണത്തിന് മരിക്കണ കാര്യമായതുകൊണ്ട് ഞാൻ ഇന്നെ തന്നെ ഉദാഹരണം, നാളെ ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ ഇൻ്റെ ഫോട്ടോ ഇട്ടിട്ടാണല്ലോ പറയുക ഈ ചങ്ങായി മരിച്ചു പോയിട്ടോ എന്ന്. പക്ഷെ ഇവിടെ മസൂദ് അസറിൻ്റെ മരണവാർത്ത എഴുതുമ്പോൾ ഫോട്ടോ ഇടുന്നത് വേറൊരാളിൻ്റെയാണ്. ആ ആളെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. ആരാണത്? അത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പറയുക പാകിസ്ഥാനിലൊരു ഭീകരവാദി മരിച്ചു പോയിരിക്കുന്നു. പൃഥ്വിരാജിന് മോഹൻലാലിന് രക്ഷയില്ല. അതെന്തുകൊണ്ടാണ് പൃഥ്വിരാജിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പാകിസ്ഥാൻ ഭീകരവാദി മരിച്ചു എന്ന് പറയുന്നത്? എമ്പുരാൻ സിനിമ കണ്ടിരുന്നോ ആരെങ്കിലും? ആരും സമ്മതിക്കൂല. എനിക്കറിയാം, നോമ്പ് 27 പോയി കണ്ട ആളുകളെ പലരും എനിക്ക് നേരിട്ടറിയാം. കാരണം ഇന്നത്തെ ഇന്ത്യയിൽ ആ സിനിമ വരുന്നു, ആ സിനിമയ്ക്ക് ഒരു RSSകാർ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ കാണുക എന്നത് ഒരു രാഷ്ട്രീയ ബോധ്യം. ഞാൻ നോമ്പിൽ പോയി കണ്ടിട്ടില്ല കേട്ടോ, പെരുന്നാൾ കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഞാൻ പോയത് കണ്ടു. നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അതിൽ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേരാണ് സായിദ് മസൂദ്. ആ സായിദ് മസൂദിനെ മോഹൻലാൽ അവതരിപ്പിച്ച എബ്രഹാം ഖുറൈഷി എന്ന കഥാപാത്രത്തെയൊക്കെ ഇവിടുത്തെ RSSകാരെ സുഡാപ്പികളാക്കി കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? ഒന്നും ഉണ്ടായിട്ടല്ല. സായിദ് മസൂദും ഇബ്രാഹിം ഖുറൈഷിയും ഒന്നും ഭീകരവാദികളല്ല. പക്ഷേ ആ സിനിമയുടെ ആദ്യ ഭാഗത്ത് ഗുജറാത്ത് കലാപകാലത്തെ ഭീകരമായ ദൃശ്യങ്ങൾ കാണിച്ചു. നിങ്ങളത് എഡിറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം കണ്ടവരുണ്ടാവും, അതിനെ മുന്നേ കണ്ടവരുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ആ ടെക്നോളജി മുഴുവൻ ഉപയോഗിച്ചിട്ടും അത്രയേറെ കോടിക്കണക്കിന് രൂപ വാരിച്ചെലവഴിച്ചിട്ടും ആ സിനിമയിലെ ആ രംഗങ്ങൾ പ്രതീകവൽക്കരിക്കാൻ ശ്രമിച്ച നരോദ പാട്യ കൂട്ടക്കൊലയുടെ ഭീകരതയുടെ 7 അയൽപ്പക്കത്ത് ആ രംഗങ്ങൾക്ക് താനേ കഴിഞ്ഞില്ല എന്നതാണ്. ആ സിനിമയ്ക്കെതിരെ വലിയ അറ്റാക്കുണ്ട്. എന്തുകൊണ്ട്? ഇത് പുതിയ കേരളമാണ്, ഇരട്ടച്ചങ്കൻ്റെ കേരളമാണ്, കാരണഭൂതൻ്റെ കേരളമാണ്. അയാൾ അധികാരം വാഴുന്ന കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിദ്വേഷ പ്രസംഗികർക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ ഉത്തരേന്ത്യയിലേതുപോലെ അഴിഞ്ഞാടാൻ സ്വാതന്ത്ര്യമുള്ള RSSകാരുടെ നാവിന് പൂട്ടിടാൻ ആളില്ലാത്ത അനാഥമായ ഒരു കേരളമാണിത് എന്നതുകൊണ്ടാണ് മോഹൻലാലിന് പൃഥ്വിരാജിന് പോലും ഈ പച്ചത്തെറി കേൾക്കേണ്ടി വരും. ഇപ്പോൾ ഒരു ചെക്കൻ വന്നല്ലോ, വേടൻ അല്ലേ? ചെക്കൻ്റെ പാട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ചെക്കൻ നമ്മുടെ ഒരു ശ്രദ്ധയിലേക്ക് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗഫൂർക്ക് വന്നു, മൂപ്പര പാട്ടുണ്ട് അല്ലേ? അപ്പോൾ പാട്ട്, ഈ ചെക്കൻ്റെ പാട്ട് ചെക്കൻ എന്ന് വിളിക്കുമ്പോൾ ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. എനിക്ക് ആ കുട്ടിയുടെ ഒരു വിരോധമില്ല. അവൻ്റെ പാട്ട് നമ്മുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത് അപ്പോഴാണ്. അവനൊരു കഞ്ചാവ് ബീഡി വലിച്ച കേസിൽ പോലീസ് പിടിക്കുന്നു. പക്ഷെ അവൻ മര്യാദക്കാരൻ. അവനൊരു കാര്യം പറഞ്ഞു, ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വലിക്കാറുണ്ട്, ഞാനിത് നിർത്താൻ പോവാണ്, നിങ്ങളിത് വലിക്കരുത്. പക്ഷേ അവൻ്റെ പാട്ടിലെ വരികൾ ശ്രദ്ധിക്കുമ്പോൾ ആ വരികൾ ഒരു ആസ്വാദകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇഷ്ടമായി. ഞാൻ പിറന്ന മണ്ണിൽ എന്നെ കണ്ടാൽ വെറുപ്പ്, പണിയെടുത്ത് വെയിലുകൊണ്ട് മേനിയാകെ കറുപ്പ്, എൻ്റെ ചാളയിൽ പുകയുന്നില്ല അടുപ്പ്, പെൺകുഞ്ഞവൾ പാതി വിശന്നല്ലോ കിടപ്പ് എന്നാണ്. ഞാൻ പിറന്ന മണ്ണിൽ എന്നെ കണ്ടാൽ വെറുപ്പ്. ആ വരികൾ ഒരുപക്ഷെ നമ്മളെ തന്നെയാണ് വിരൽ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മളെ കാണുമ്പോൾ മനുഷ്യരുടെ കണ്ണുകളിൽ വെറുപ്പ് കത്തുന്ന കാലമാണിത് അല്ലേ? പനിയെടുത്ത് വെയിൽ കൊണ്ട് മേനി കറുത്തു പോയവനെ മാറ്റി നിർത്തുന്ന കേരളമാണ്. നമ്മൾ കണ്ടില്ലേ, നിങ്ങളെപ്പോലൊരു സ്ത്രീ ബിന്ദു ഒരു പകല് മുഴുവൻ 3 വീട്ടിൽ പണിക്ക് പോകണം. അടിച്ചു തെളിക്കാരി എന്ന് പഴയ ഭാഷാപ്രയോഗത്തിൽ നമ്മൾ വിളിച്ച വീട്ടുവേലക്കാരിയാണ്. ഒട്ടും പ്രിവിലേജ്ഡ് അല്ലാത്ത, മനുഷ്യരുടെ എച്ചില് പോലും ഒരു പക്ഷെ വാരേണ്ടി വരുന്ന ജോലിയിലേർപ്പെട്ട ആ പാവപ്പെട്ട സഹോദരി, അവർ ജോലിക്ക് പോകുന്ന വീട്ടിലെ മാല കാണാതാവുന്നു. അവർ പോയിട്ട് പറയുന്നു ഞങ്ങളുടെ മാല കാണാതെ. വീട്ടിലാരൊക്കെ വന്നു പോകാറുണ്ട്? വീട്ടിൽ ബിന്ദു വരാറുണ്ട്. ആണോ? ബിന്ദു എന്തിനാ വരാറ്? ബിന്ദു വേലക്കാരിയാണ്. ബിന്ദുവിനെ ഒന്ന് കാണട്ടെ. അപ്പോൾ ബിന്ദു തൊലി കറുത്തവളാണ്, ബിന്ദു ദളിതയാണ്. സദസ്സിലിരുന്ന ദളിത് ലീഗിൻ്റെ നേതാവിനെ ഇവിടെ വേദിയിൽ വിളിച്ചിരുത്തിയത് ഞങ്ങൾ ആ സമുദായത്തെ, ഇവിടുത്തെ പിന്നോക്കക്കാരെ ഞങ്ങളിങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? വെറുപ്പിൻ്റെ നോട്ടം നമുക്കെതിരെ നീണ്ടുവരുമ്പോൾ തൊലി കറുത്തതിൻ്റെ പേരിൽ നീണ്ടുവന്ന ഒരുപാട് നേട്ടങ്ങളെ നേരിടേണ്ടി വരുന്ന പാവം മനുഷ്യരാണ്, പതിതരായ മനുഷ്യരാണ്. ഞങ്ങളുടെ പച്ചക്കൊടി ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് വർഗീയവാദികളാണെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ മനുഷ്യരെ 1000 വട്ടം ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് വർഗീയവാദത്തിൻ്റെ പാർട്ടിയല്ല, കറകളയാത്ത മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന അവകാശബോധത്തിൻ്റെ പാർട്ടിയാണ്. ഞങ്ങൾ മറുപടി കൊടുക്കുന്നത് അപ്പോഴാണ്. ആ സ്ത്രീയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോഴോ അവക്ക് നല്ല ഭംഗിയുള്ള സാരി ഇല്ല കേട്ടോ, തൊലി കറുത്തതാണ്.
അവള് വീട്ടിൽ പണിയെടുക്കുന്ന വേലക്കാരിയാണ്. പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ട്, മാല ഇവള് തന്നെ കട്ടു. പിണറായി വിജയൻ എന്ന നവോത്ഥാനത്തിൻ്റെ പൊന്നുതമ്പുരാൻ അധികാരം കൈയാളുന്ന ഈ സ്റ്റേഷനിൽ 20 മണിക്കൂർ പച്ചവെള്ളം കുടിക്കാതെ ആ പെൺകുട്ടിക്ക് നിൽക്കേണ്ടി വന്നു. വെള്ളം ചോദിച്ചു, കക്കൂസിൽ പോയി എടുത്തു കുടിച്ചോ എന്നാണ്. കക്കൂസിൽ പോയി എടുത്തു കുടിച്ചോ. ഞാൻ ചോദിക്കുകയായിരുന്നു കക്കയം ക്യാമ്പിനെ കുറിച്ച്. പോലീസുകാർ മനുഷ്യരെ മൂത്രം കുടിപ്പിച്ച കേരളത്തിൽ കക്കൂസിലെ വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോയി പിണറായി വിജയൻ. ആ ബിന്ദു എന്ന സ്ത്രീ ഒരു പരാതി പറയാൻ പോയി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. മാല കെട്ടാ പോലീസ് പിടിക്കും, അതിനിവിടെ വന്നിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഒരു കേരളത്തിൽ വേടന്റെ വാട്ട് പ്രസക്താണ്. പക്ഷെ ഇന്ന് ശശികല ടീച്ചർ പറയുന്നത് വേടന്റെ പിറകിൽ തീവ്ര ഇസ്ലാമിക് ജിഹാദികളാണ്. വേടനുമായിട്ട് നമുക്കൊരു ബന്ധമില്ല, എന്നാലും അതിൻ്റെ കേടാർക്കാണ്? നമുക്കാണ്. നമ്മുടെ തലയിലേക്കാണ് ഇത് മുഴുവൻ കൊണ്ടുവന്ന് കെട്ടിവെക്കുക. ഇത് നിയന്ത്രിക്കാൻ ഇവിടെ നിയമമുണ്ട്. എൻ്റെ മുമ്പിൽ ഒരു മൈക്കിരിപ്പുണ്ടല്ലോ, പൊതുയോഗം പറയുമ്പോൾ നിങ്ങളെ പഞ്ചായത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞു, സാഹിബേ ലൈവ് ഉണ്ട് കേട്ടോ, നിങ്ങൾ സൂക്ഷിച്ചാളെയും പറഞ്ഞിട്ട് കയ്യിൽ നിന്ന് പോകണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. ഇത് ഒരേ സമയം വലിയ ഉപകാരമാണ്, വേറൊരു നിലക്ക് വലിയ ഷെറുമാണ്. ഒരബദ്ധം പറഞ്ഞു പോയാലും പിന്നെ ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ കുടുങ്ങും, സമാധാനം പറയേണ്ടി വരും. ഈ സമയം വരെ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ വലിയ അബദ്ധമൊന്നും സംഭവിക്കാത്ത ആളാണെന്ന്. ഇതൊന്ന് സംഭവിച്ചാൽ മതി, മുൻകാല പ്രാബല്യത്തോടെ തെറി കേൾക്കേണ്ടി വരും. അങ്ങനെ വളരെ കണിശമായി രാഷ്ട്രീയത്തിലും പൊതുരംഗത്തും മനുഷ്യർ പ്രസംഗിക്കുന്നത് നിയന്ത്രിക്കാൻ നിയമവ്യവസ്ഥയുള്ള ഒരു കേരളത്തിലാണ് ശശികല ടീച്ചർമാരും PC ജോർജുമാരും അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ അധിക്ഷേപ പ്രാസംഗികരും അധിക്ഷേപ വാക്കുകൾ പറയുന്നവരൊക്കെ ഉണ്ടാവുന്നത്. കൃത്യമായൊരു നടപടി ഉണ്ടാവുന്നുണ്ടോ കേരളത്തിൽ? നിലക്ക് നിർത്താൻ കഴിയുന്നുണ്ടോ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്? ഇവരുടെ ശ്രദ്ധ അതിലൊന്നുമല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നരേന്ദ്രമോദിയുടെ ഒരു ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടക്കുമ്പോൾ മൂപ്പര് പട്ടാളത്തിൻ്റെ കുപ്പായിടുക, എന്നിട്ട് ഹെൽമറ്റ് ഇങ്ങനെ താങ്ങി പിടിക്കുക, എന്നിട്ട് വിമാനത്തിൻ്റെ മുമ്പിൽ കൂടി നടന്നു വരുന്ന ഫോട്ടോ. ഇപ്പോൾ രാജ്യം മുഴുവൻ BJP ഇത് വെക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇയാൾക്ക് വിമാനം പറത്താൻ അറിയോ? ആർക്ക്? ഈ മോഡിക്ക്. മമ്പിച്ച ബഡായിക്കാരനാണ്, പക്ഷെ ഇതുവരെ ഞാൻ വിമാനം പറത്തുമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അയാൾക്ക് വിമാനം പറത്താൻ അറിയില്ല. ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ടില്ല. ആ ഫോട്ടോ എങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാവും? നിങ്ങളൊന്ന് മനസ്സിൽ സങ്കല്പിച്ചേ. പ്രധാനമന്ത്രി അവിടെ വരുന്നു, ക്യാമറയൊക്കെ എല്ലാവരും റെഡിയാക്കുന്നു. മൂപ്പരിട്ട ഒരു സാധനം ഉണ്ടല്ലോ, ഈ പെണ്ണുങ്ങളെ ഷോൾ ടോപ്പ് പോലത്തെ സാധനം, അങ്ങനെ ഉണ്ടല്ലോ. സ്ത്രീകൾക്ക് 2 ഡ്രസ്സാണ്. ഒന്നിപ്പോൾ ഈ ഇറക്കിയിടുന്ന ചുരിദാർ, അതാണ് സാധാരണ ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയക്കാർ. എന്നാൽ ഒരു ഷോർട്ട് ടോപ്പ് എന്ന് പറഞ്ഞിട്ട് അത്ര ഇല്ലാത്തൊരു സാധനം. മൂപ്പരി ഷോർട്ട് ടോപ്പ് കുർത്തയാണ്, പെണ്ണുങ്ങളെ ഷോർട്ട് ടോപ്പ് പോലത്തെ ഡ്രസ്സാണ് മൂപ്പരിടുക. അതൊക്കെ അഴിച്ചു വെച്ചിട്ട് ഇയാളെ കുപ്പായ എടുക്കും, ഇത് ഹെൽമെറ്റും പിടിച്ചിട്ട് ഗൗരവത്തിൽ ഇങ്ങനെ നിൽക്കും, ഫോട്ടോ എടുക്കുമ്പോൾ അയച്ചിട്ട് അയാൾ പോവും അല്ലേ. അതല്ലാതെ ഓപ്പറേഷൻ സിന്ദൂറിലോ ആ സൈനിക ഓപ്പറേഷനിലോ ഒന്നും വ്യക്തി എന്ന നിലക്ക് നരേന്ദ്രമോദിക്ക് ഒരു പങ്കുമില്ല. അത് ഇന്ത്യയുടെ സൈന്യം നടത്തിയ പോരാട്ടമാണ്. ഒരു പ്രതിസന്ധിയിലും ഈ രാജ്യത്തിൻ്റെ ഒരു തരി മണ്ണ് വിട്ടുകൊടുക്കാത്ത സൈന്യമാണത് അല്ലേ. പക്ഷെ അതൊരു PR മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുകയാണ്. എന്നാൽ ഇങ്ങോട്ട് വന്നാലോ? ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് പോകും, ഇവിടുത്തെ ഈ PR വർക്ക് ഇവിടുത്തെ ആൾ നടത്തുന്നതന്നെ. ഞാനിപ്പോൾ ഇന്ന് ഇവിടുന്ന് പോയാൽ 10:20 KSRTC ബസ്സിലാണ് പോകേണ്ടത്. സാജിദ് ഖാനെ പൊരുത്തപ്പെടിക്കണം. കാരണം ഞങ്ങൾ ഒരുമിച്ച് 3-4 കൊല്ലമായിട്ട് യൂത്ത് ലീഗിൻ്റെ ദേശീയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുക. നിങ്ങൾ എന്നോട് എന്തെങ്കിലും പൊരുത്തപ്പെട്ട് തന്നെ കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട്. ഇവരൊക്കെ ആഷിതെൻ്റെ ചങ്ങയാണ്. ഞാൻ ഇത്ര നേരം പ്രസംഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, നിങ്ങളും എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അങ്ങനെ പൊരുത്തപ്പെട്ടി പോണത് ഞാൻ ഈ കൊല്ലം ഹജ്ജിന് പോകണോണ്ടല്ല, ഹൈവേയിലാണ് പോകേണ്ടത്. എങ്ങോട്ട്? എറണാകുളം വരെ ഹൈവേ. ഇപ്പോൾ 9 ഇടത്ത് ഇടിഞ്ഞീണു ഇല്ലേ? 9. നിങ്ങൾ കൂരാച്ചുണ്ടുകാരല്ലേ? മഴയൊഴിയാത്ത നാടല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന ഭൂമിയിൽ വെട്ടി മണ്ണെടുത്താൽ അതിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കിടന്ന അടി തള്ളിപ്പോവില്ല. വീടായിക്കോട്ടെ, ഒരു കോഴിക്കൂടോ തൊഴുത്തോ പണിത് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഒരളവിലേറെ വെള്ളം കെട്ടിക്കിടന്നാൽ അത് തകർന്നു പോവും. ഇത് 40 അടി 50 അടി പൊക്കം വയല്, അതിങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് മണ്ണിട്ട് നിറക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം കുടിക്കുമ്പോഴോ അത് 2 ഭാഗത്തു നിന്നും തള്ളുക. സർവീസ് റോഡിലേക്ക് ഹൈവേ താഴേക്ക് പതിക്കുക. 2 ഉപ്പുള്ളൊരു കുട്ടി ഒറ്റ ദിവസം കൊണ്ട് യത്തീമായ പോലെയാണ് ഇപ്പം ഈ ദേശീയവാദയുടെ ഒരു അവസ്ഥ. അതിന് 2 പേരുന്നു ഇത്ര നാള്. കേന്ദ്രം പറയും ഞങ്ങളെ കുട്ടിയാണ്. മരുമോൻ റിയാസ് കുപ്പായിട്ട് റോട്ടിൽ കൂടി നടന്നിട്ട് പറയും അല്ലട്ടോ ഇത് ഞങ്ങളെ കുട്ടിയാണ്. റോഡ് പൊളിയാൻ തുടങ്ങിയതോടെ ഇമാർ തള്ളി ദേശീയപാതയിൽ വിള്ളൽ വീണതോടെ ഇന്നലെ ദേശീയപാത യത്തീമായി എങ്ങോട്ട് നോക്കിയിട്ടും ഈനൊരു തന്തേനെ ഇപ്പം കിട്ടാനില്ല എന്ന അവസ്ഥയിലായി. എന്താ കാര്യം?
PR വർക്കാണ് രണ്ട് ഗവൺമെന്റുകളും. ഒരു ഭാഗത്ത് BJP-കാരൻ തള്ളിമറിക്കും, മറുഭാഗത്ത് മരുമകൻ റിയാസിനെ പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയുള്ള ആളുകൾ പറയും ഇത് ഞങ്ങൾ പണിത റോഡാണ്. ഞാൻ നോക്കുമ്പോ പത്തനംതിട്ടയിലെ റോഡുകൾ ഷൺമുഖൻ അംബാസഡർക്കാർ ഓടിച്ചു പോയ റോഡുകളാണ്. വികസന കേരളം തുടരും. ഷൺമുഖം എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന ഈ തുടരും സിനിമയിലെ മോഹൻലാലിന്റെ കഥാപാത്ര. അയാൾ കാർ ഓടിച്ച റോഡ് ഞങ്ങൾ ഉണ്ടാക്കിയ റോഡാണ്. അങ്ങനെയാണ് ഇതിന്റെ തള്ളു പോവുക. എന്നിട്ട് പറഞ്ഞത് ദേശീയപാത കേരളത്തിൽ ആദ്യം പൂർത്തിയായ ജില്ല മലപ്പുറമാണ്. അത് ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ് എന്നും പറഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ക്യാമ്പയിന്റെ മുഖമായി അവതരിപ്പിച്ച ഒരു പ്രൊജക്ട് അതേ മലപ്പുറം ജില്ലയിൽ 8 ആ റോഡ് നെടുക പിളരുമ്പോ നമ്മൾ ഈ ഒരു ഓയിൽമെന്റിന്റെ പരസ്യം കണ്ടിട്ടില്ല നിങ്ങൾ? നമ്മുടെ കാലിന്റെ ബാക്ക് ഭാഗം വിണ്ട് കീറിയാൽ ഒരു ഓയിൽമെന്റ് തട്ടിയാൽ ആ വിള്ളൽ മാറുന്ന എന്നതുപോലെ റോഡ് വിണ്ട് പകുത്ത് രണ്ടായിട്ട് നിൽക്കുമ്പോൾ കുറച്ച് ടാറ് രാത്രി കൊണ്ടും മനുഷ്യർ പോവാണ് റോട്ടിൽ കൂടി. ആയിരക്കണക്കിന് വാഹനങ്ങൾ പോവാണ്, ലോറികൾ പോവാണ്, ബസ്സുകൾ പോവാണ്. ഒരു അപകടം കൈവിട്ട രൂപത്തിൽ സംഭവിച്ചാൽ ഈ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഉദ്ഘാടനം ചെയ്യപ്പെടും മുൻപ് ആ ദേശീയപാതയിൽ സംഭവിക്കും. ഇപ്പൊ ഏറ്റെടുക്കാൻ ആളുണ്ടോ? ഇപ്പൊ ഇതിന് സമാധാനം പറയാൻ ആളുണ്ടോ? പോയി ചോദിക്കാൻ ഒരാളുണ്ടോ? ഇവരെന്താ പറഞ്ഞത്? ഓരോ മാസവും ഞങ്ങൾ റിവ്യൂ ചെയ്യാണ്, ഇത് പിണറായി വിജയന്റെ റോഡാണ്, ഇത് ഞങ്ങളുടെ റോഡാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഇമ്മട്ടിൽ ഈ റോഡ് തകർന്ന് നിലം പൊത്തുമ്പോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആളില്ലാതാകുന്നത് PR വർക്കുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ അഭിരമിക്കുന്ന പിണറായി സർക്കാരിന്റെ പരാജയമാണ് എന്ന് കേരളത്തോട് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ. ഇന്നാൾ കേട്ടല്ലോ, അർജന്റീന കളിക്കാൻ വരാൻ പോവാണ് ഇവിടെ കേരളത്തിൽ. എന്നാ മെസ്സിനെ ഒന്നും കാണാൻ എനിക്കുണ്ടായിരുന്നു. ഞാനൊരു അർജന്റീന ഫാനാണ്. ചങ്ങായിൻ്റെ കളി എനിക്കും ഇഷ്ടമാണ്. കേരളത്തിലൊന്നും നമുക്കൊന്നും അടുത്തുനിന്ന് കാണാമല്ലോ. ഖത്തറിൽ വന്നപ്പോഴൊന്നും പോവാനോ കാണാനോ കഴിഞ്ഞില്ല. അങ്ങനെ വരാൻ പോവാണ്. ദാ വന്നു അന്തർമാൻ സ്പെയിനിലേക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് മെസ്സിയുടെ ജേഴ്സി ഇട്ട് റിയാസ് ഒരു വലിയ PR വർക്ക് നടത്തി. ഇപ്പോ അന്തർമാൻ പറയുന്ന അർജന്റീന തൽക്കാലം വരൂല്ല എന്നാ. ഈ അന്തർമാന്റെ കയ്യിൽ കായിക വകുപ്പ് മാത്രമല്ല കേട്ടോ. ഞാൻ ഈ മക്കളെ കാര്യം പറഞ്ഞല്ലോ, ഉള്ള സ്കോളർഷിപ്പ്. കേരളത്തിലെ വഖഫിന്റെ മന്ത്രിയാണ് അന്തർമാൻ. വഖഫ് കുട്ടികൾക്ക് ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കേണ്ട സ്കോളർഷിപ്പുകളുണ്ട്. മദർ തെരേസയുടെ പേരിൽ, ജോസഫ് മുണ്ടശ്ശേരി മാഷിന്റെ പേരിൽ, CH മുഹമ്മദ് കോയയുടെ പേരിൽ ഈ കുട്ടികൾക്ക് കിട്ടേണ്ട സ്കോളർഷിപ്പ് കേരള ഗവൺമെന്റ് ഈ വർഷം കൊടുക്കാത്തത് പണമില്ല എന്നതിന്റെ പേരിലാണ്. വഖഫ് കോഡ് കൊടുക്കുന്ന സഹായമുണ്ട് പെൺകുട്ടികളെ കെട്ടിക്കാൻ, രോഗികളെ ചികിത്സിക്കാൻ. ചെറിയ പൈസയാണ്, 10,000 രൂപ, 5,000 രൂപ. പക്ഷെ ആ അപേക്ഷയും കൊടുത്ത് അത് കിട്ടുന്നത് കാത്തിരിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിരിക്കെ ആ പണം 1 രൂപ ഈ അന്തർമാൻ കൊടുത്തിട്ടില്ല. അറിയുങ്ങൾക്ക് ഇനി അന്തർമാന്റെ സ്വന്തം വകുപ്പുണ്ടല്ലോ, ഈ കായിക വകുപ്പ്. ആ കായിക വകുപ്പിന്റെ ഭാഗമായി കോളേജ് കായിക ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന കുട്ടികളുണ്ടല്ലോ, 100 മീറ്ററും 200 മീറ്ററും ഒക്കെ ഓടി. മെസ്സിന്റെ അത്രയും വലിപ്പമില്ല, റൊണാൾഡോയുടെ അപ്പുറം വലിപ്പമില്ല, വിരാട് കോഹ്ലിയോളം ധോണിയോളൊന്നും വരൂല. ഇവർക്ക് PR മെറ്റീരിയൽ അല്ല. പക്ഷെ ഒരു വെയിൽ കൊണ്ട് നാഷണൽ ഗെയിംസിൽ ഈ കേരളത്തിന് വേണ്ടി ഓടിയും ചാടിയും മെഡലുകൾ കൊണ്ടുവന്ന ആ കുട്ടികള് കഴിഞ്ഞ ജനുവരി മാസം സമരം നടത്തി തിരുവനന്തപുരത്ത്. നിലത്ത് തോർത്ത് വിരിച്ചിട്ടാണ്, ഭിക്ഷ എടുത്താണ് സമരം നടത്തിയത്. അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പൈസ ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അതാണ് അന്തർമാന്റെ PR വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞത് റിയാസിന്റെ PR വർക്ക്. അങ്ങനെ PR വർക്കുകളുടെ ഒരു പെരുമ്പറ തന്നെ മുഴക്കി ഇവര് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ 4ാം വാർഷികം നടക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് അതിനുവേണ്ടി ഇവർ ധൂർത്തടിക്കുന്നത്. 2 മിനിറ്റുള്ള 4 വീഡിയോ നമ്മൾ റീൽസ് കാണുമല്ലോ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ. കുട്ടികളുടെ കയ്യിലൊരു iPhone വാങ്ങി കൊടുത്താൽ നമ്മൾ ചിന്തിക്കാത്ത കോലത്തിലുള്ള ഭാവനയോടെ അവരിതെടുത്താളും. അങ്ങനത്തെ കാലത്ത് കേരളത്തിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് 2 മിനിറ്റുള്ള 4 വീഡിയോ വേണം, 8 മിനിറ്റ് വീഡിയോ വേണം. ആ 8 മിനിറ്റ് വീഡിയോ ഷൂട്ട് ചെയ്തു. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ PR വർക്കിന്റെ ഭാഗമായി ആ വീഡിയോ പുറത്തു വന്നു. അപ്പോൾ റിപ്പോർട്ടർ TV, ഇവരെ പലപ്പോഴും വലിയ അളവിൽ പിന്തുണയ്ക്കാറുള്ള ഒരു TV ആണ് റിപ്പോർട്ടർ TV. റിപ്പോർട്ടർ TVക്കാർ വിവരാവകാശം കൊടുത്തു. ഇതിന് എത്ര രൂപ ചെലവായി? 8 മിനിറ്റ് വീഡിയോയ്ക്ക് ചെലവായത് 39.5 ലക്ഷം രൂപ കേരളത്തിന്റെ പൊതുഖജനാവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ ബേപ്പൂർ റിയാസ് മത്സരിക്കുന്ന മണ്ഡലത്തിലെ PR വർക്കാണ് ചെലവാക്കിയത് 19.5 ലക്ഷം രൂപ. ഇതിങ്ങനെ പോയി എവിടെ എത്തിയെന്നറിയോ നിങ്ങൾക്ക്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയിൽ
ഈ മരുമകന്റെ അപ്രമാദിത്വം, മരുമകനും മമ്മോശനും കൂടി നടത്തുന്ന ഈ PR വർക്കിന്റെ ധൂർത്ത് മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് പോലും സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറത്തായി എന്നാണ്. തിരുവനന്തപുരത്ത് സ്മാർട്ട് റോഡ് 200 കോടിയുടെ പദ്ധതി, 80 കോടി കേന്ദ്ര സർക്കാർ, 80 കോടി കേരളത്തിലെ LSDD ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്, ബാക്കിയുള്ള 40 കോടി തിരുവനന്തപുരം കോർപ്പറേഷൻ. എന്ന് വെച്ചാൽ കോർപ്പറേഷനായി, കേരളത്തിന്റെ പഞ്ചായത്ത് വകുപ്പായി, കേന്ദ്ര ഗവൺമെന്റായി. എന്നാൽ പരിപാടിയുടെ സ്റ്റേജിലാരാ? അത് ഫേസ്ബുക്കിലിരുന്നതാരാ? ആ പരിപാടി അടിമുടി നിയന്ത്രിക്കുന്നതാരാ? മരുമകൻ റിയാസ്. MP രാജേഷ് പോയിട്ട് മുഖ്യമന്ത്രിയെ കണ്ടു, എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത പൈസയാണ്, ഇതിലും കയറിയിട്ട് ഈ 8 കാലി മമ്മൂഞ്ഞ് ഇങ്ങനെ കളിക്കാൻ നിന്നാലോ? അവിടെ രാജേഷ് ഓർക്കാതെ പോയൊരു കാര്യമുണ്ട്. എന്താണ്? 8 കാലി മമ്മൂജാണ് ഈ പിണറായി വിജയൻ. മോളെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ മൂപ്പരാകെ കണ്ട യോഗ്യത മരുമകൻ എന്നേക്കാൾ മികച്ച ഒരു 8 കാലി മമ്മൂഞ്ഞായിരിക്കണം എന്നതാണ്. സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത, അവർക്ക് പോലും പൊറുക്കാൻ കഴിയാത്ത ഒരു തരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭ്രാന്ത് പിടിച്ച അല്പതരം നിറഞ്ഞ പ്രചരണങ്ങളുമായി, പൊള്ളകളുമായി, നുണകളുമായി ഇവർ എത്രയോ ഉദാഹരണങ്ങൾ, സമയക്കുറവ് കൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. പ്രിയപ്പെട്ട സാജിദ് സാഹിബിന് എനിക്ക് ശേഷം സംസാരിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇമ്മട്ടിൽ നമ്മളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ കേരളത്തിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി അധികാരത്തിലുണ്ട്. ആ ഗവൺമെന്റ് ബാക്കി വെച്ചത് എന്ത് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഒന്ന്, വിദ്വേഷ പ്രഭാഷകരുടെ വിളയാട്ട് കേന്ദ്രമായി ഈ കേരളത്തെ അവർ മാറ്റി. ചരിത്രത്തിലില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അവർ കേരളത്തെ കൊണ്ടുപോയി. മൂന്നാമത്തേത്, ഈ കേരളത്തിന്റെ പോലീസ് സേനയെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ സൈന്യം കണക്ക് ക്രെഡിബിളായ, സെക്കുലറായ കേരളത്തിന്റെ പോലീസ് സേനയെ പോലും അവര് ഞാൻ ആദ്യം സൂചിപ്പിച്ച ജാതി ഭീകരതയുടെ, ന്യൂനപക്ഷ വിരുദ്ധതയുടെ ആളുകളാക്കി മാറ്റിയിരിക്കുന്നു. RSSന്റെ തത്വശാസ്ത്രം കേരളത്തിലെ പോലീസിനെയും വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് യഥാർത്ഥത്തിൽ ഈ ബിന്ദു സംഭവം. അപ്പോൾ അങ്ങനെ വലിയ പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്ന ഈ കാലത്ത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നിരാശരാവാനല്ല ഞാൻ നിങ്ങളോട് ഇതാകെ പറഞ്ഞു വെച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മുന്നിൽ പ്രതീക്ഷകളുടെ വലിയ വലിയ ഗോപുരങ്ങൾ ആകാശം മുട്ട ഉയരത്തിൽ വളർന്നു വരുന്നുണ്ട്. പെഹൽഗാമിലെ ഭീകരാക്രമണം കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ആ ഭീകരവാദികളും അവർ മുന്നോട്ട് വെക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തെ ഇന്ത്യയിൽ ഏറ്റെടുക്കാനും ഈ നാടു തകർക്കാനും കാത്തു നിൽക്കുന്ന ഇന്ത്യക്കകത്തെ RSSന്റെ ഭീകരവാദികളും അവർക്ക് വീണ്ടും കിട്ടിയൊരു അവസരമായിരുന്നു. മതം ചോദിച്ച് ഇന്ത്യയിൽ ആളെ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഈ ശശികല ടീച്ചറെ പോലെയുള്ള ആളുകൾ അന്ന് പ്രസംഗിച്ചത്, അവർ മതം ചോദിച്ചു കൊല്ലാൻ തുടങ്ങിയെങ്കിൽ നമ്മളും ആ പണി ഇവിടെ ആരംഭിക്കണം എന്നാണ്. പാകിസ്ഥാനിൽ പോയിട്ട് കൊല്ലണം എന്നല്ല, പിന്നെയോ ഇവിടെ കൊല്ലണം. അവരുടെ സഹോദരന്മാർ ഇവിടെ ഉണ്ടല്ലോ, പാകിസ്ഥാനികളെ ഇവിടെ കിട്ടാനുണ്ടല്ലോ, അവരെ കൊന്നു തീർക്കണം എന്ന് പറഞ്ഞു. 184 വിദ്വേഷ പ്രസംഗങ്ങൾ, അക്രമ സംഭവങ്ങൾ, ഭീകരമായ കൊലപാതകങ്ങൾ, ആൾക്കൂട്ട ഹത്യകൾ ആ കാലഘട്ടങ്ങളിൽ ഇവിടെ നടന്നു. ആ വിഷയത്തെ ചൂണ്ടിക്കാണിച്ച് ഏത് നിമിഷവും ഇന്ത്യയിൽ ഭീകരമായ ഒരു മുസ്ലിം വംശഹത്യ സംഭവിക്കാം എന്ന ഒരവസ്ഥ അവരുണ്ടാക്കിക്കൊണ്ടുവന്നപ്പോ ആ വെറുപ്പിന്റെ കൊടുങ്കാറ്റിനെ തടുത്തു നിർത്തിയതാരാണ്? നിങ്ങളൊരു ചിത്രം കണ്ടില്ലേ? ആക്രമണം നടന്നപ്പോൾ ഭർത്താവിൻ്റെ മൃതശരീരത്തിനടുത്ത് കരയാൻ പോലും ആകാതിരിക്കുന്ന ഒരു പെൺകുട്ടി, അവളുടെ നെറ്റിയിലെ, ഞാൻ ആദ്യം പറഞ്ഞ സിന്ദൂരം, കല്യാണം കഴിഞ്ഞ് 6 നാളെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഭർത്താവിനെയും കൂട്ടി ആ താഴ്വരയിൽ മധുവിധു ആഘോഷിക്കാൻ പോയതാണ്. അവളുടെ തൊട്ടു മുന്നിൽ വെച്ചാണ് 6 ദിവസം മുൻപ് തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയ, സിന്ദൂരമണിയിച്ച പ്രിയപ്പെട്ട ഭർത്താവിനെ അവൾക്ക് നഷ്ടമായത്. നോക്കി നിൽക്കേ ആ ഭർത്താവിനോട് കൊല്ലപ്പെടുന്നതിന് മുൻപ് ആ ഭീകരവാദികൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് കലിമ അറിയാമോ? നീ മുസ്ലിമാണോ? അയാൾ പറഞ്ഞു, ഇല്ല, എനിക്ക് കലിമ അറിയില്ല. അപ്പ കൊന്നു ആ പെൺകുട്ടി. മതം ചോദിച്ച് സ്വന്തം ഭർത്താവിനെ കൺമുന്നിൽ പോയിന്റ് ബ്ലാങ്കിൽ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യയായ ആ പെൺകുട്ടി. അവളോട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ പോയി ചോദിച്ചു. ഏത് മാധ്യമങ്ങളാണെന്നറിയോ? നിങ്ങൾക്കറിയാമോ സഹോദരന്മാരെ, തുർക്കിയിൽ കോൺഗ്രസിനൊരു ഓഫീസുണ്ട്. ആ ഓഫീസിൻ്റെ പേര് ഇസ്താംബുൾ കോൺഗ്രസ് സെൻറ്റർ എന്നാണ് എന്ന് പറഞ്ഞ അർണബ് ഗോസ്വാമിമാർ ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്ന് വിദ്വേഷം പ്രസംഗിക്കുന്ന ഇന്ത്യയിലെ മാധ്യമങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്?
ആ പെൺകുട്ടി ഒരു വാക്ക് വാവിട്ട് പറഞ്ഞാൽ അത് ഏറ്റെടുത്ത് ഈ രാജ്യത്തെ മനുഷ്യരുടെ മനസ്സിൽ തീയിടാൻ അവസരം കാത്തിരിക്കുന്ന ഇന്ത്യയിലെ RSSന് വിടുപണിയെടുക്കുന്ന മാധ്യമങ്ങളെ നോക്കിയിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, സങ്കടാണ്, എനിക്ക് എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, വിവാഹത്തിൻ്റെ 6ാം നാൾ ഞാൻ വിധവയായി, പക്ഷേ എൻ്റെ പേരിൽ ഇവിടെ വെറുപ്പുണ്ടാക്കരുത്, കലാപമുണ്ടാക്കരുത്. യു പീപ്പിൾ ഡോണ്ട് ഗോ ബിയോണ്ട് കശ്മീരീസ് ആൻഡ് ഇന്ത്യൻ മുസ്ലിംസ് എന്നാണ്. ഇതൊരവസരമായി കണ്ട് നിങ്ങൾ കശ്മീരികളുടെ, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ പുറകെ പോകരുത് എന്ന് പറഞ്ഞ ഹിമാൻഷി നർവാൾ എന്ന പെൺകുട്ടിയുടെ നാടാണിത്. അവര് കലിമ ചോദിച്ചിട്ടാണ് ആളുകളെ വെടിവെച്ച് കൊന്നത്. അങ്ങനെ വെടിയേറ്റ് എൻ്റെ ഭർത്താവ് വീണ് മരിക്കുമ്പോൾ എൻ്റെ പിറകിൽ നിന്ന് 2 ചെറുപ്പക്കാർ ബിസ്മില്ല ബിസ്മില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അവരെ കണ്ടപ്പോൾ ഞാൻ ഭയന്നു പോയി. കാരണം കലിമ ചോദിച്ചിട്ട് എൻ്റെ ഭർത്താവിന് വെടിവെച്ച് കൊന്നതിൻ്റെ തൊട്ടു പിന്നാലെ 2 പേർ അറബിയിൽ എന്തോ പിറുപിറുത്തുകൊണ്ട് എൻ്റെ അരികിലേക്ക് ഓടി വരികയാണ്. അവരാണ് എൻ്റെ ഭർത്താവിനെ കോരിയെടുത്തത്, അവരാണ് എൻ്റെ ഭർത്താവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ആ ബിസ്മില്ലാഹിനെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു കർണാടകയിൽ നിന്ന് കൊല്ലപ്പെട്ട മഞ്ജുനാഥ റാവുവിൻ്റെ ഭാര്യ പല്ലവി. കേരളത്തിൽ നിന്നൊരാൾ കൊല്ലപ്പെട്ടു, രാമചന്ദ്രൻ. ആ രാമചന്ദ്രൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മകൾ ആരതി ഈ കേരളത്തോട് പറഞ്ഞത് ശരിയാണ്, എൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടു, എൻ്റെ മക്കൾ നോക്കി നിൽക്കെ പേരക്കുട്ടികളുടെ മുന്നിൽ വെച്ച്, എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ അച്ഛനെ അവർ മതം ചോദിച്ച് വെടിവെച്ച് കൊലപ്പെടുത്തി. എൻ്റെ അച്ഛൻ്റെ ഭൗതിക ശരീരത്തിനരികിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഞാൻ ഇരിക്കുമ്പോൾ അവർ എൻ്റെ തലയിലേക്കും തോക്കു ചേർത്ത് വച്ചു. എൻ്റെ തലയിലേക്ക് തോക്ക് ചേർത്ത് വെച്ചിട്ട് എന്നെ കൊല്ലുമെന്ന് ഞാൻ ഭയന്നെങ്കിലും അവരാ തോക്ക് തിരിച്ചെടുത്തപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് പറഞ്ഞു, അമ്മ ലെറ്റ്സ് മൂവ്, നമുക്കിവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. മനസ്സില്ലാ മനസ്സോടെ എൻ്റെ അച്ഛനെ അവിടെ നഷ്ടപ്പെടുമ്പോഴും മക്കളുടെ ജീവനെങ്കിലും ബാക്കിയാവാൻ എൻ്റെ അച്ഛൻ്റെ ശരീരം ഉപേക്ഷിച്ച് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് ദിക്കറിയാതെ ഓടുന്നതിനിടയിൽ അവർ 2 പേർ എൻ്റെ കൈ പിടിച്ചു, ആശുപത്രിയിൽ വന്നു. എൻ്റെ അച്ഛൻ്റെ ആശുപത്രി ഭൗതിക ശരീരം കിടത്തിയ ആശുപത്രി അവർ തിരിച്ചറിഞ്ഞു. അവിടെ പുലർച്ചെ 3 മണിക്ക് എന്നെയും കൊണ്ടുപോയി. ആ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്നത് വരെ എൻ്റെ കൂടെ നിന്നു. കശ്മീരിലെ വിമാനത്താവളത്തിൽ നിന്ന് ഞാൻ ഈ കേരളത്തിലേക്ക് പുറപ്പെടുന്നത് വരെ അവർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അവസാനം പിരിയാൻ നേരം അവരോട് പറഞ്ഞു, അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ. ഞാൻ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, പക്ഷേ അവരുടെ ദൈവം അള്ളാഹുവാണ്. ആ ചെറുപ്പക്കാരുടെ പേര് മുസാഫിർ എന്നും സമീർ എന്നുമായിരുന്നു. അവരെൻ്റെ കൂടപ്പിറപ്പുകളെ പോലെയാണ്. സ്വന്തം ഉച്ചവരെ മതം ചോദിച്ച് നഷ്ടപ്പെടുന്ന വേദനയിലും ഈ രാജ്യത്തെ മുസ്ലിം സഹോദരങ്ങളെ, നമ്മളെ ചേർത്തു പിടിക്കാൻ വലിയ മനസ്സു കാണിച്ച അവരെ പോലെയുള്ളവർ ഈ രാജ്യത്തിൻ്റെ തെരുവുകളിലുള്ളിടത്തോളം മതത്തിൻ്റെ പേരിൽ ഈ നാടിനെ കീഴ്പ്പെടുത്താനുള്ള RSSകാരൻ്റെ BJPക്കാരൻ്റെ പരിശ്രമങ്ങളെ അവസാനത്തെ തുള്ളി ചോര കൊടുത്തിട്ടാണെങ്കിൽ അത് കൊടുത്തും നാം തടുത്തു നിർത്തുമെന്ന്, പ്രതിരോധിക്കുമെന്ന്. കിയാമം നാളുവരെ ഇന്ത്യ ഇതുപോലെ മനുഷ്യർ ജീവിക്കുന്ന മതത്തിൻ്റെ പേരിലുള്ള ഭ്രാന്തിനെ ഏറ്റെടുക്കാത്ത ഒരു മതേതര രാജ്യമായി തുടരുമെന്ന് നിശ്ചയദാർഢ്യത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട്